പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം അന്യനെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം. 51 സങ്കീർത്തനം 10 വാക്യം. 51 സങ്കീർത്തനം 10 വാക്യം. ബാറക്കുമോർ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ബാറക്കുമോർ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ അടിയങ്ങളെ ഏൽപ്പിച്ചത് ജീവന്റെ വചനം. ഇത് ഇന്നിൻ്റെ ആലയത്തോട് ചേർന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നത് ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും പ്രകാശമായി ഭവിക്കണമേ. നിന്റെ ജീവനിലേക്ക്, സമൃദ്ധമായ നിന്റെ ജീവനിലേക്ക് ചരിപ്പാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകളൊക്കെ മുഖാന്തരമായി ഭവിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും ജീവനുള്ള പരിശുദ്ധാത്മാവിനും എല്ലാ കാലത്തും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇടവകയുടെ വികാരി, സഹവികാരി ഉൾപ്പെടെയുള്ള അഭിമന്യരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ പ്രസിദ്ധമായ പുണ്യപുരാതനമായ ഈ ദേവാലയത്തിലെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് വരുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കലൊരു കൊച്ചച്ഛന് മെത്രാച്ചൻ പുതിയൊരു പള്ളി കൊടുത്തു. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പം ഞങ്ങളുടെയൊക്കെ ധാരണ കിട്ടുന്ന പള്ളി കീഴ്മേൽ മറിക്കണമെന്നൊക്കെയാണ്. പക്ഷേ പോകുന്ന അച്ഛന്മാർ മറിയുന്നതല്ലാതെ ഇടവയ്ക്ക് പ്രത്യേകിച്ച് മറിച്ചിലൊന്നും ഉണ്ടാകില്ല. അപ്പം ഈ എരിവോടുകൂടി പോയ കൊച്ചച്ഛൻ ചെന്ന പള്ളിയിൽ പറഞ്ഞു, മുൻ വികാരിമാരെക്കാൾ നല്ലൊരു പേര് സമ്പാദിക്കണം. പക്ഷെ പള്ളിയിലോട്ട് ചെന്നതേ ഉള്ളൂ, എന്നാ ചെയ്യാൻ പറ്റും? മുറ്റത്ത് ടൈലിടാൻ പറ്റത്തില്ല, കൊടിമരം പണിയാൻ പറ്റത്തില്ല, സെമിത്തേരിക്ക് മതിൽ കെട്ടാൻ പറ്റത്തില്ല. അപ്പം ട്രസ്റ്റ് ചോദിക്കും, സെമിത്തേരിയിലുള്ള ആരും പുറത്തും പോകത്തില്ല, പുറത്തുള്ള ആരും നിർബന്ധ ബുദ്ധിയ സെമിത്തേരിക്ക് അകത്തോട്ടും. അപ്പോഴാണ് അച്ഛനൊരു ബുദ്ധി കിട്ടിയത്, ഇടവക സന്ദർശനം നടത്താം. അച്ഛൻ ഓടി നടന്ന് വീട് കയറാൻ തുടങ്ങി. അച്ഛൻ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഭവന സന്ദർശനം നടത്തുമ്പോഴാണ് അറിഞ്ഞത് ആ ഇടവകയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അച്ഛൻ വെച്ച് പിടിച്ച് അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നു. വികാരി അച്ഛൻ പെട്ടെന്ന് കയറി വരുന്നത് കണ്ടപ്പോൾ അമ്മച്ചിക്ക് വെപ്രാളം. കാരണം അമ്മച്ചിക്ക് ഒരു നിർബന്ധമുണ്ട്, വീട്ടിൽ ആര് വൈദികർ വന്നാലും എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. അമ്മച്ചി വെപ്രാളപ്പെട്ട് അടുക്കളയിൽ പോയി നോക്കി. ആ വീട്ടിൽ ആകെയുള്ളത് 3 അവലോസുണ്ടയാണ്. കൊല്ലത്ത് അവലോസുണ്ടെന്ന് തന്നെയല്ലേ പറയുന്നത്. കോട്ടയം തൊട്ട് തെക്കോട്ട് ഈ അവലോസുണ്ടെന്ന് പറഞ്ഞാൽ ഞെക്കിയ പൊട്ടും ഇല്ലേ. ഞാൻ അങ്കമാലി ഭദ്രാസനത്തിൽ സേവനം അനുഷ്ഠിച്ച് ഇപ്പം കണ്ടനാട്ട് അച്ഛനാണ്. ഈ കണ്ടനാട് അങ്കമാലി വടക്കും പ്രദേശങ്ങളിലോട്ട് വന്ന എറിഞ്ഞാ പൊട്ടുകയില്ലാത്ത ഉണ്ടയാണ്. അപ്പം ഈ വടക്കത്തെ അമ്മച്ചി പുത്തനായിട്ട് വന്ന അച്ഛന് 3 അവലോസുണ്ട്, എറിഞ്ഞാ പൊട്ടുകയില്ലാത്ത അവലോസുണ്ടോ എന്ന് വൃത്തിയുള്ളൊരു പാത്രത്തിൽ കൊണ്ട് വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, കഴിക്കച്ച. അച്ഛൻ അമ്മച്ചി തന്നല്ലേ എന്നോർത്ത് ഒരെണ്ണം എടുത്ത് വായിലിട്ടു. പക്ഷെ അവലോസുണ്ട, നിങ്ങൾ എന്നെ ഒരു മണവും ഗുണമില്ലാത്ത പോലെ ഇരിക്കുന്നേ. ഉത്തരം പറഞ്ഞേ, അവലോസുണ്ട പൊട്ടുന്നില്ല. അച്ഛനെ ഇടത്തെ കവളിലും വലത്തെ കവളിലും മാറി മാറി ഇട്ട് നോക്കി, പക്ഷെ അവലോസുണ്ട. അച്ഛൻ ഉമിനീരിലിട്ടിന്ന് അലിയിപ്പിച്ചിട്ടൊരു കടി കൊടുക്കാമെന്ന് ഓർത്തു, പക്ഷെ അവലോസുണ്ട. അച്ഛൻ്റെ മരണവപ്രാളം കണ്ട അമ്മച്ചി പറഞ്ഞു, പൊന്നച്ച, കൊച്ചച്ച, പൊട്ടുന്നില്ലേ, ഒരു കാര്യം ചെയ്യ്, എടുത്തതുപോലെ തിരിച്ച് ആ പാത്രത്തിലോട്ട്. മുൻ വികാരിമാരും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തത്. ഞാനല്ല,
കൊടുകുത്തിയ ആളുകൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും കല്ലടക്കാർ വിചാരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു മാറ്റവും വ്യതിയാനങ്ങളും, അതുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ആദ്യമായിട്ട് എടുക്കേണ്ടുന്ന ഒരു തീരുമാനം, നമുക്കുണ്ടായിട്ടുള്ളൊരു അബദ്ധധാരണ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക്, നമ്മുടെ ഇടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതാണ് ആത്മീയതയെന്ന്. അല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്കുള്ള നമ്മുടെ മാറ്റത്തിൻ്റെ പേരാണ് ആത്മീയത. അതിനാണ് ഈ പെരുന്നാളിനോട് ചേർന്ന്, ഒരു പരിശുദ്ധൻ്റെ ഓർമ്മയോട് ചേർന്ന്, സ്മൃതിയോട് ചേർന്ന് ഈ തിരുവചന ശുശ്രൂഷകളോടുകൂടെ ആരംഭിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ലഭിച്ചിരിക്കുന്ന നിമിഷം, ദൈവമേ, നീ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് ഞാൻ മാറ്റപ്പെടാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ എന്നെ പരിശുദ്ധാത്മാവിൽ തോന്നിപ്പിച്ചിട്ട് നീ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്കൊരു മാറ്റം സിദ്ധിക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഈ പന്തലിന് കീഴിലുള്ള എല്ലാ വിശ്വാസികളും. ഞാൻ ഇന്ന് വായിച്ച ആമുഖവാക്യം ഏറെ സുപരിചിതമായൊരു വാക്യമാണ്. കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസമായതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. ഇത് വായിക്കാത്തവരായിട്ടോ ഇത് അറിവില്ലാത്തവരായിട്ടോ ഒരു ഓർത്തഡോക്സുകാരൻ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താ? സഭയുടെ ഏത് കൂതാശകൾ ആരംഭിച്ചാലും, ഏത് ശുശ്രൂഷകൾ ആരംഭിച്ചാലും, ഭവനത്തിൽ സഭയുടെ കൃത്യമായ ക്രമീകരണങ്ങൾ, പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ദിവസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും നിർബന്ധമായും ചൊല്ലുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഞാൻ ഇത് ഈ അടുത്തിടത്തെ ധ്യാന വിഷയമായിട്ട് എടുത്തതിന് 2 കാരണങ്ങളുണ്ട്. ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അടിവരയിട്ട് അരക്കിട്ടുറപ്പിച്ച ഒരു വാക്യം ഏതാന്ന് ചോദിച്ചാൽ 51-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ്. അതിന് 2 കാരണങ്ങളുണ്ട് ഈ പ്രസംഗം തിരഞ്ഞെടുക്കാൻ. ഒന്ന്, ഞാൻ എൻ്റെ 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നടത്തുന്നത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സ്കൂളിലാണ്. തുടർന്ന് 5-ാം ക്ലാസ്സിലേക്കും തുടർന്നുള്ള പഠനത്തിനും ഞാൻ പോകുന്നത് കോട്ടയം പട്ടണത്തിന് നടുവിലുള്ള സഭയുടെ മാനേജ്മെൻറ്റിലുള്ള MD സെമിനാരി സ്കൂളിലാണ്. 12,000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ്. ഒരുപാട് അധ്യാപകരൊക്കെ ഉള്ള, ഒരുപാട് കെട്ടിടങ്ങളുള്ള വലിയ സ്കൂളാണ്. ചെന്നതിൻ്റെ ഒരു പകപ്പിൽ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം, എൻ്റെ ക്ലാസ് ടീച്ചറെ പ്രതീക്ഷിച്ചിരിക്കുമ്പം കണ്ടാൽ തന്നെ ഹിഡുംബിയ ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് കയറി വന്നു. ഒറ്റ നോട്ടത്തിലെ മനസ്സിലായി തല്ലുന്ന ടീച്ചറാ. ടീച്ചർ വന്ന് സ്വമേധയാ പേര് പരിചയപ്പെടുത്തി, പുതുപ്പള്ളിക്കാരി ഐലീലാമ ടീച്ചർ. ഇന്ന് സഭയുടെ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സഭാവിശ്വാസിയെ ഒരു ടീച്ചർ പോലും ചെയ്യാത്തൊരു കാര്യമാണ് എൻ്റെ ടീച്ചർ. വൈദിക സെമിനാരിൽ അധ്യാപകർ പോലും ചെയ്യാത്തൊരു കാര്യമാണ് എൻ്റെ ടീച്ചർ ആദ്യം ടീച്ചർ ചെയ്തത്. മക്കളെ, ഞാൻ നിങ്ങളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരെ കൊണ്ടും ചൊല്ലിച്ചത് ആദ്യത്തെ വാചകം ഇതാണ്, 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ. ഒരു സെക്യുലർ വിദ്യാഭ്യാസനത്തിൽ സ്കൂളിൽ പോയ ഒരു വിദ്യാർത്ഥിയായ എന്നെ ആദ്യം എൻ്റെ ടീച്ചർ പഠിപ്പിച്ച വാക്യമാണ് ഞാൻ പറഞ്ഞത്. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണം. വീണ്ടും 2 വരി കൂടി ടീച്ചർ പഠിപ്പിച്ചു. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപ തരണം, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം. അതുകൊണ്ട് ഇന്നും എൻ്റെ ടീച്ചർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. 2, ഞാനും സാഞ്ചിയച്ചനെ പോലെ ഒരു അവിവാഹിത പട്ടക്കാരനാണ്. കല്യാണം കഴിക്കാത്ത ഒരു വൈദികൻ എന്ന നിലയിൽ ഇപ്പം കണ്ടനാട് ശുശ്രൂഷിക്കുമ്പം എനിക്കൊരു പുതിയ നിയോഗം ലഭിച്ചു. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് നവദമ്പതികളാകാൻ പോകുന്നവർക്കൊരു ക്ലാസ് എടുക്കാൻ പോകണം. ഞാൻ ചോദിച്ചു, ദാമ്പത്യ രഹസ്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്ത ഞാൻ പോയി എന്താ പഠിപ്പിക്കാനാ? അപ്പോൾ പറഞ്ഞു, ദാമ്പത്യ രഹസ്യമൊന്നും താൻ പഠിപ്പിക്കണ്ട, ബട്ട് ദ സാക്രമെന്റ്, എന്താണ് ഈ കൂദാശ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, അച്ഛാ, എന്തുമാത്രം പണം മുടക്കി, എന്തുമാത്രം സമയം വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ വരിക? എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി ഇങ്ങനെ അഭിമാനബോധത്തോടു കൂടി വന്നിരിക്കുമ്പം വർക്കത്തില്ലാത്തൊരു സങ്കീർത്തനം എന്തിനാച്ചാ ചൊല്ലിത്തുടങ്ങുന്നത്? എൻ്റെ അമ്മയുടെ ഉദരം മുതലേ ഞാൻ പാപിയായ, അത്ര ശുഭകരമല്ലാത്തൊരു സങ്കീർത്തന ഭാഗം എന്തിനാച്ചാ ചൊല്ലുന്നത്? അവിടെയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം വീണ്ടും അനുദിന ജീവിതത്തിൽ നിർബന്ധമായി ചൊല്ലണമെന്ന് പിതാക്കന്മാർ പറഞ്ഞതിൻ്റെ കാര്യം നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷകളുടെ ക്രമീകരണത്തിന്റെ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം നമ്മുടെ പ്രാരംഭ ചിന്ത ഈ 51-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. ആരാണ് 51-ാം സങ്കീർത്തനം എഴുതിയത്? നിങ്ങൾ ഉത്തരവൊക്കെ പറയണം കേട്ടോ. ഞാൻ എന്തുമാത്രം ദൂരെ നിന്ന് വന്ന ഒരു അച്ഛനാ അല്ലേ? ആരാ? ഇസ്രായേലിന്റെ മധുര ഗായകനായ മഹാരാജാവായ ദാവീദിന്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദാവീദിനെ കുറിച്ച് 3 ടൈറ്റിലുകൾ പറയാറുണ്ട്. ഷെപ്പേർഡ്, സ്റ്റേറ്റ്സ്മാൻ, സോൾജിയർ. ഉത്തമനായൊരു യോദ്ധാവാണ്, ഒരു ഭരണ നേതാവാണ്, ഇടയനാണ് ആര്? ദാവീദ്. അങ്ങനെയെങ്കിൽ ഒരു മഹാരാജാവ് ജീവിതത്തിലൊരു ഭ്രംശമുണ്ടായി വീണുപോയിടത്ത് നിന്ന് ജീവിതത്തെ പുനഃക്രമീകരിക്കുമ്പം, പുനഃസ്ഥാപിക്കുമ്പം
റീഎസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ മുഴക്കിയ ഒരു കണ്ണുനീരിന്റെ കാവ്യം, പോയം ഓഫ് ടീയേഴ്സ്, അതാണ് 51 സങ്കീർത്തനം. ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നിടത്ത് ഇതിലെ ഓരോ വരികളും ദൈവത്തിന്റെ മുൻപിൽ ഹൃദയം പിളർന്നു നിന്ന് ദാവീദ് ചൊല്ലിയ പ്രാർത്ഥനകളാണ് ഓരോ വരികളും. അതിലെ 3 പ്രാർത്ഥനകളെ പറഞ്ഞ് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങളെ അധികം മുഷിപ്പിക്കാതെ ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് പോക്കൊള്ളാം. ഒന്നാമത്തെ ദാവീദിന്റെ പ്രാർത്ഥന, നിങ്ങൾ ബഹുമാനപ്പെട്ട സാംജി വെച്ച മനോഹരമായ ആമുഖം പറഞ്ഞു. കേട്ടു വിട്ടുപോകാനല്ല, മറിച്ച് കേട്ടത് ഒരു വാക്കെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടയാകുന്നിടത്താണ് ഈ കൂടുവരകളൊക്കെ അനുഗ്രഹപ്രദമാകുക. അവിടെ ഓർക്കണം, ഓരോ വരികളും നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഒന്നാമത്തെ ദാവീദിന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന പ്രാർത്ഥന 51 സങ്കീർത്തനം 1 വാക്യമാണ്. നമ്മൾ എപ്പോഴും ചൊല്ലുന്നതാണ്, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം. ഞാൻ അതിനെ ഒരു ചെറിയ വാക്കിലാക്കി നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കേണ്ടതിന് ഇങ്ങനെ ചുരുക്കുകയാണ്, അപ്പാ എൻ്റെ ആശ്രയം നിന്റെ കരുണയിലാകുന്നു. എന്താണ്? അപ്പാ, ഇങ്ങനെ തന്നെ ചൊല്ലണം കേട്ടോ. അപ്പാ എൻ്റെ ആശ്രയം നിന്റെ കരുണയിലാകുന്നു. എന്തുകൊണ്ടാണ്? ആയുധബലമുള്ള, സൈന്യബലമുള്ള, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു മഹാരാജാവ്, ഒരു വലിയ ദേശത്തിന്റെ അധിപതി ദൈവസന്നിധിയിൽ നിന്നിട്ട് പറയുന്നത്, എൻ്റെ ആശ്രയം ഈ യുദ്ധ സൈന്യത്തിലല്ല, ഈ കൂടെ നിൽക്കുന്ന ജനത്തിലല്ല, ഈ കൂടെയുള്ള ഒരു മനുഷ്യരിലുമല്ല, ധനത്തിലല്ല, ചെങ്കോലിലല്ല, കിരീടത്തിലല്ല, മറിച്ച് അപ്പാ എൻ്റെ ആശ്രയം നിന്റെ കരുണയില. എന്തുകൊണ്ടാണ് ഇത് ദാവീദ് ഇങ്ങനെ ജീവിതത്തെ പുനഃസ്ഥാപിച്ച ആദ്യ വരിയായിട്ട് ഇത് കുറിച്ചതെന്ന് അറിയണമെങ്കിൽ ദാവീദിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകം 16 അധ്യായം ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇസ്രായേലിനെ ശൗലിനെ നീക്കം ചെയ്തിട്ട് പുതിയ രാജാവിനെ വാഴിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചു. മുഖവും സൗന്ദര്യവും നോക്കി ജനം തിരഞ്ഞെടുത്ത 1ാമത്തെ രാജാവിനെ നീക്കം ചെയ്തിട്ട് അടുത്ത രാജാവ് ശമൂവേലിനാണ് നിയോഗം. പ്രവാചകനോട് പറഞ്ഞു, നീ തൈലക്കൊമ്പെടുത്ത് ബേത്ലഹേമിലേക്ക് ചെല്ലുക, ഈശായുടെ ഭവനത്തിൽ ഒരുവനാണ് അടുത്ത ഇസ്രായേലിന്റെ രാജാവ്. ശമൂവേൽ ഭാരത്തോടുകൂടി ദേശത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഒരല്പം ഭയമുണ്ട്, കാരണം ശൗൽ ഇതറിഞ്ഞാൽ തന്നെ വധിച്ചു കളയും. ഞാൻ ഇച്ചിരി ചരിത്രമൊക്കെ പറയും, ആരും ഉറങ്ങരുത് കേട്ടോ. അടുത്ത ആരെങ്കിലും ഇരുന്ന് ഉറങ്ങുന്ന കണ്ട നല്ലൊരു ഞുള്ള അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. വീട്ടിൽ കിടന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങാന്നിടത്താണ് കസേര വന്ന് പള്ളി അന്ത്രോസ് ബാബയുടെ മുമ്പിൽ ഇരുന്ന്, അതുകൊണ്ട് അടുത്തിരിക്കുന്നവനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. നല്ല ഞുള്ള അവസരം കിട്ടിയ സമയാന്നോർത്ത് തൊലി പറിച്ചെടുക്കുന്ന പോലെ അങ്ങ് ഞുള്ളിക്കോണം കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ദാവീദിന്റെ ചരിത്രമാണ്. അവിടെ ശമൂവേൽ ഇങ്ങനെ ദേശത്തേക്ക് ചെല്ലുമ്പോൾ മൂപ്പന്മാർ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ വരവ് ശുഭകരം തന്നെയാണോ? ശുഭകരം എന്ന സൂചനയൊക്കെ പറഞ്ഞിട്ട് യാഗത്തിന് വേണ്ടി ദേശത്തെ മൂപ്പന്മാരെ വിളിക്കും. കൂട്ടത്തിൽ ഈശായെ വിളിക്കും. ഈശായോട് പറയും, നിന്റെ മക്കളിൽ ഒരുവനാണ് അടുത്ത ഇസ്രായേലിന്റെ രാജാവ്. ഈശായ പിന്നെ നിലത്തും താഴെയൊന്നുമല്ല, കാരണം താൻ ഇനി മുതൽ ആരാ? ഒരു മഹാരാജാവിന്റെ അപ്പനാകാൻ പോവുക. സന്തോഷം കൊണ്ട് അപ്പൻ തുള്ളിച്ചാടിയിട്ട് ശമൂവേലിനോട് പറഞ്ഞു, ഒന്നോ എത്ര എണ്ണത്തിന് വേണമെങ്കിലും തരാം, ഒന്നല്ല എത്ര ആൺപിള്ളാരെ നിനക്ക് വേണം, കഴിവുള്ള, സാമർഥ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു രാജാവെന്ന് പിടിച്ചു നിർത്തിയാൽ ആരും കുറ്റം പറയാത്ത എത്ര ചെറുപ്പക്കാരെ നിനക്ക് വേണം. അങ്ങനെയാണ് രാജാവിനെ അഭിഷേകം ചെയ്യേണ്ടതിന് തൈലക്കൊമ്പെടുത്ത് നിൽക്കുന്ന ശമൂവേലിന്റെ മുൻപിലേക്ക് അഭിമാന ബോധത്തോടുകൂടി തൻ്റെ ഓരോ ആൺമക്കളെയും ഈശായെ വിളിക്കാൻ തുടങ്ങി. എലിയാബിനെ വിളിച്ചു, അബീനദാബിനെ വിളിച്ചു, ശമ്മായെ വിളിച്ചു. അങ്ങനെ അഭിമാന ബോധത്തോടു കൂടി ഓരോ പുത്രന്മാരെ അപ്പൻ യോഗ്യനെന്ന് കണ്ട, മഹാരാജാവൻ യോഗ്യനെന്ന് കണ്ട ഓരോ ആൺമക്കളെ ഇങ്ങനെ മുൻപിൽ വിളിച്ചു നിർത്തും. ശമൂവേൽ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് നോക്കും, ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും. യഹോവയായ ദൈവം പറയും, അവരുടെ മുഖമോ പൊക്കമോ വണ്ണമോ ഒന്നും നോക്കണ്ട. അങ്ങനെ ആദ്യത്തെ 7 ആൺമക്കളെ ഈശായെ അഭിമാന ബോധത്തോടുകൂടി വിളിക്കും. അതിനുശേഷം ഒരു ചെറിയ വ്യതിയാനം അവിടെയുണ്ട്. ഞാൻ ഈ ദേശക്കാരോട്, കല്യാണം കഴിച്ച മക്കളുള്ള അമ്മയപ്പന്മാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മക്കളോട് പക്ഷാഭേദമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞു എന്ന് സഹകരിക്കണം കേട്ടോ. ഉണ്ടോ? പുരുഷന്മാരൊരുവിധ സത്യസന്ധര. അപ്പന്മാർ പറയും, അച്ഛാ മൂത്തവൻ വലിയ കുഴപ്പമില്ല, രണ്ടാമത്തിന് ഇച്ചിരി തരികിടയാണ്. അല്ലേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, മൂത്തവനെങ്കിൽ UK-ല, രണ്ടാമത്തവൻ ബഹ്റില, മൂന്നാമത്തവൻ ഇവിടെ വയറിങ് പണിയും കൊണ്ട്. പക്ഷെ നീ ബോധമില്ലാത്ത ആശുപത്രി കിടക്കുമ്പോൾ വയറിങ് പണിക്ക് പോയവനെ നിന്റെ കല്ലറയുടെ അടുത്ത് കാണത്തുള്ളൂ. അവിടെയാണ് ഈ കള്ളിപ്പെണ്ണുങ്ങൾ അമ്മമാർ പറയുന്നൊരു നുണയുണ്ട്. എന്നാ ഒറ്റയടിക്ക് പറയും, എൻ്റെ പൊന്നച്ചാ
ഈ കൃഷ്ണമണി എടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് തന്നാൽ ഇതിലേതാണ് നല്ലതെന്ന് അച്ഛൻ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ ചുമ്മാ നുണ പറയുന്നതാ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 2 ആൺപിള്ളാരാ. ഇളയതായതുകൊണ്ടും പെണ്ണ് കെട്ടാത്തത് കൊണ്ടും എഴുന്നേറ്റിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോടൊരു ഇച്ചിരി കരുണ. അവിടെയാണ് എനിക്ക് വന്ധ്യനായ വികാരി അച്ഛനോടും കൊച്ചച്ഛനോടും ഒരു വലിയ നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സന്യാസിയായി ഇറങ്ങി പുറമുന്നതിന് മുമ്പ് എന്നും പ്രാർത്ഥിച്ച ഒരു വിഷയമേ ഉള്ളൂ. എൻ്റെ വീട്ടിലോട്ട് കയറി വരുന്നൊരു പെങ്കൊച്ച് ചൊവ്വുള്ളതായിരിക്കണം. കാരണം ഞാൻ നാളെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുക്കലോട്ട് കയറി ചെല്ലുമ്പം മുഖം കാണിച്ചാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആശ്രയം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥന വിഷയം. അവിടെയാണ് കല്ലടയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ നല്ലതാണെന്നും ഇരുന്ന അച്ഛന്മാരും പട്ടക്കാരും ഒക്കെ നല്ലതാണെന്ന് ഞങ്ങൾ വിചാരിക്കും. കാരണം എനിക്ക് സ്വർണം പോലെ ഒരു ചേച്ചിയാണ്. എൻ്റെ അമ്മയേക്കാൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വലിയ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പോലും എൻ്റെ ചേച്ചി എന്നെ നോക്കുമെന്ന് എനിക്ക് നല്ല ധൈര്യമാണ്. അതുകൊണ്ട് കല്ലടക്കാർ നല്ലതാണെന്നാണ് എൻ്റെ ധാരണ കേട്ടോ. പ്രസംഗം തീരുമ്പോൾ ഞാൻ പറയാം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അവിടെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ദാവീദിൻ്റെ ചരിത്രം പറയുമ്പം നമ്മളൊക്കെ പണ്ട് നാട്ടിൽ പറയുമായിരുന്നു, ഈ ഒരുപാട് മക്കളുണ്ടെങ്കിൽ വലിയ ഗുണമില്ലാത്തതിനൊക്കെ സെമിനാരിലോട്ട് എന്നെയൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെ പോയതല്ല. നമുക്ക് ഈ മക്കളിൽ പക്ഷാഭേദമൊക്കെ ഉണ്ട് അല്ലേ? നല്ലത്, തീയത്, കഴിവുള്ളവൻ, സാമർഥ്യമുള്ളവൻ, മിടുക്കൻ, ആരോഗ്യമുള്ളവൻ ഒക്കെയുണ്ട്. അവിടെയാണ് നിങ്ങൾ ഈ വേദഭാഗം പരിശോധിക്കണം. 7 സമർത്ഥന്മാരായ ആൺമക്കളെ വിളിച്ച അപ്പൻ ഒരു മൗനം പാലിക്കുന്നുണ്ട്. ഉണ്ടോ? നിങ്ങളുടെ നോട്ടം കണ്ടാൽ തോന്നും ഞാൻ മീൻപാറ അരമനയെന്ന് കൊണ്ടുവന്ന വേദപുസ്തകത്തിലാണിത്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എങ്ങനെയാ? ഈശയുടെ മൗനത്തെങ്കിൽ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മക്കളെല്ലാവരുമായോ? ആ വരിക്കിടയിൽ ബലഹീനനായ ഞാൻ ഒരു വരി ചേർക്കും. ദാവീദിന്റെ ചരിത്രത്തിന്റെ ആദ്യത്തെ സ്പന്ദനം ഇതാണ്: ഹ്യൂമിലിയേറ്റഡ് ഇൻ ഹിസ് ഓൺ ഹൗസ്. സ്വന്തം ഭവനത്തിൽ അപ്പൻ പോലും മാറ്റി നിർത്തിയ മകനായിരുന്നു ആര്? ദാവീദ്. സ്വന്തം വീട്ടിൽ തന്നെ ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ട ഉണ്മയ്ക്ക് കാരണക്കാരനായ അപ്പൻ മാറ്റി നിർത്തിയ മകന്റെ പേരാണ് ദാവീദ്. അതുകൊണ്ടാണ് ഞാനൊരു കോട്ടയംകാരനാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ അപ്പൻ പറഞ്ഞു ഒരുത്തനും കൂടിയുണ്ട് വലിയ മണവും ഗുണമൊന്നും. അതുകൊണ്ട് അവനെ എന്തിനു വിട്ടിരിക്കുക? അവനെ ആടുകളെ മേയ്ക്കാൻ വിട്ടിരിക്കുക. അവിടെയാണ് വേദപുസ്തകം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈശായോട് ശമൂവേൽ പറഞ്ഞു, നിന്റെ മകനെ വിളിക്കുക. ആടുകളുടെ ഇടയിൽ നിന്ന് വന്നവനെ ഒന്ന് കുളിപ്പിക്കുക പോലും ചെയ്യാതെ അഭിഷേകം ചെയ്യുന്ന വേദഭാഗമാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഇങ്ങനെ ആടുകളുടെ ഇടയിൽ നിന്ന് അപ്പൻ മാറ്റി നിർത്തിയെടുത്തെന്ന്, ഭവനത്തിൽ പോലും വേർതിരിക്കപ്പെട്ടവനായി നിന്നെടുത്തെന്ന്, ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് തന്നെ ആരൂഢനാക്കിയ ഒരു ദൈവത്തെ ദാവീദ് കണ്ടതാ. അർഹതയില്ലാതിരുന്നിട്ടും തന്നിലേക്ക് കരുണ ചൊരിഞ്ഞ ഒരു ദൈവത്തെ ജീവിതത്തിന്റെ ആദ്യത്തിൽ ദാവീദ് പരിചയപ്പെട്ടതാ. അതുകൊണ്ടാണ് ജീവിതത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചപ്പം ദാവീദ് ഒന്നാമത് പറഞ്ഞ വാക്യം ഇതാണ്: അപ്പാ, എൻ്റെ ആശ്രയം നിന്റെ കരുണയിലാകുന്നു. നമ്മുടെ ജീവിതത്തിലും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇപ്പോഴായിരിക്കുന്ന ഈ അനുഭവത്തിൽ നമ്മൾ വന്ന് നിന്നത് നമ്മുടെ കഴിവോ സാമർഥ്യമാണോ? മനുഷ്യരുടെ ജീവിതത്തിൽ 3 വിധത്തിലുള്ള ആശ്രയം ഉണ്ടെന്ന് പറയും. ഒന്ന് സ്വയാശ്രയം, അവനവനിൽ തന്നെയുള്ള ആശ്രയം. ഇന്ന് 80% ആളുകൾ നാർസിസ്റ്റിക് മെന്റാലിറ്റി ഉള്ളവരാ. എൻ്റെ തല, എൻ്റെ ഫിഗർ അല്ലേ? അവിടെയാണ് എനിക്ക് ഇന്ന് വലിയ സന്തോഷം തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ വൈദിക ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം വേദപുസ്തകം വായിക്കുന്നവ കാണുന്നത്. ബാക്കി എല്ലാത്തിനും കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഒരു വേദപുസ്തകം വായിക്കുന്നത്. വികാരി അച്ഛനെ ഒന്ന് കൈയടിച്ചാൽ പോലും തെറ്റില്ല, കാരണം അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം. അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്കിപ്പം എൻ്റേത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതിന് മികച്ചു നിൽക്കുന്ന ഒരു കാലമാണ് അല്ലേ? എവിടെയും ഞാൻ വലിയ ആളാണ്. വീട്ടിൽ വഴക്കുണ്ടാകുമ്പം പുരുഷന്മാർ ജയിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഞാനില്ല, ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാടി നീ നിന്റെ മക്കളും. ഇവിടുത്തെ ആണുങ്ങൾ പറയാറില്ലേ, ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ അങ്ങ് പരിയമ്പുറത്ത് പോയിരിക്കുക, അതുകൊണ്ട് മുഖം കാണാമല്ലോ ഒന്നിൻ്റെ. പെണ്ണുങ്ങൾ വിട്ടുകൊടുക്കുമോ? മറുപടി എന്നാ പറയും? ഞാനില്ലായിരുന്നെങ്കിൽ. ഞങ്ങൾ അച്ഛന്മാർ മോശമാണോ? ഞങ്ങളൊരു പള്ളി ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പറയുന്നതന്നെ വികാരി അറിയാത്ത ഒരു ഇല പോലും. അവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നല്ലൊരു പനി വന്നാൽ നമ്മൾ ഏതുമല്ലാതെ കിടപ്പായി പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്വയാശ്രയം. പരിധിയുണ്ട്. 2 പരാശ്രയമാണ്. ഏതൊരു ജീവികളെ നിങ്ങൾ എടുത്തു നോക്കിയേ, ദേ ആർ ഇൻഡിപെൻഡന്റ്. ദൈവ സൃഷ്ടിച്ചുള്ള മറ്റേത് ജീവജാലങ്ങളെ എടുത്തേ, ദേ ആർ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രരാണ്. എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്റർഡിപെൻഡന്റ് ആയ പരസ്പര സഹായത്തോടു കൂടി ജീവിക്കേണ്ട ഒരേ ജീവിയുള്ളൂ, അത് മനുഷ്യനാണ് അല്ലേ? അതുകൊണ്ടാണ് വേദപുസ്തകം തന്നെ പറയുന്നത്, തക്കതായ ഒരു ആത്മീയ കാരണം കൊണ്ടല്ലാതെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല.
ഞങ്ങളൊക്കെ അവിവാഹിതരായിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ 40 വർഷം വയസ്സാകുമ്പോൾ മെത്രാപ്പോലിറ്റി ആകാനാണോ? വോട്ട് കിട്ടി തോറ്റുപോയാലോ? ഞാൻ കൊച്ചച്ഛനോട് വന്ന് ചോദിക്കും, അച്ഛാ ഒരു വോട്ട് തരാവോ? അച്ഛൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കാണിക്കും, ചെയ്യത്തില്ല. തോറ്റു കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പിന്നെ എൻ്റെ ജീവിതം എന്താ? നിത്യമായ നിരാശ. മറിച്ച് ജീവപര്യന്തം നിന്റെ ഒരു വിശ്വസ്ത പുരോഹിതനായിരുന്നു മരിക്കാമെന്നാണ് എൻ്റെ തീരുമാനമെങ്കിൽ എനിക്ക് നിരാശ ഉണ്ടാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു തക്കതായ ഒരു ആത്മീയ കാരണം. അല്ലാത്ത മനുഷ്യനെല്ലാം എന്താവശ്യമാണ്? ഒരു പരസ്പര ആശ്രയം ആവശ്യമാണ്. അവിടെയാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത് എൻ്റെ ഏലിയാം എന്ന് പറയുന്ന ആടാ. ഞാനൊരു കർഷകനായ അച്ഛനാ, ആർക്കും വേണ്ടാത്തൊരു അരമനയുടെ ചുമതലയാണ്. അവിടെ എനിക്കൊരുപാട് ആടും മൃഗോജാലങ്ങളൊക്കെ ഉണ്ട്. 3 മാസം മുൻപ് എൻ്റെ ഏലിയാമ്മ പ്രസവിച്ചു നല്ല 2 മുട്ടൻ കുട്ടികൾ. ഞാൻ ആ ആട്ടുംകുട്ടിലായിരുന്നു. അവിടെ വേറെ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് പ്രസവമൊക്കെ എടുത്തത്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുടച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിമിഷ നേരം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോയി ആ അമ്മയുടെ പാല് അകിട്ടിൽ നിന്ന് കുടിക്കുന്നു. അവിടെ ഞാൻ ആ കൂട്ടിലിരുന്നുകൊണ്ട് ചിന്തിച്ചു, ഇത്രയും ഗർവ് പറയുന്ന നോബിനച്ചനൊന്ന് കമന്ന് വീണത് എത്ര മാസമാ? ഈ ഇരിക്കുന്ന പെറുങ്ങണികളുടെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് മുട്ടയെ നീന്തിയത് എത്രാമത്തെ മാസമാ? ഒന്ന് നിവർന്ന് പിടിച്ചു നിന്ന് എത്രാമത്തെ മാസമാ? അമ്മയെ അമ്മയെ എന്ന് വിളിച്ചത് എത്രാമത്തെ മാസമാ? ഇല്ലേ? നമ്മളെ സ്കൂളിൽ കൊണ്ട് ആദ്യം ചേർത്ത ആ ദിവസം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ലോകം അസ്തമിച്ചതുപോലെയായിരുന്നു. അമ്മയുടെ സാരിത്തുമ്പ എന്ന് വിട്ടാൽ ജീവിതം അവസാനിച്ചതുപോലെയുള്ള ഭയാനകമായ, ഇപ്പൊ സാരിയല്ല ചുരിദാറിന്റെ തുമ്പ. അവിടെയാണ് കുറച്ച് വളർന്നു കഴിഞ്ഞ് മീശയൊക്കെ കട്ടിയായി കഴിഞ്ഞപ്പോൾ യുവജന പ്രസ്ഥാനമായ മനസ്സിലായി, ഇനി ഈ ചുരിദാറെ പിടിച്ചിട്ട് കാര്യമില്ല, സ്വല്പം കൂടെ കളറുള്ള ചുരിദാറെ. മരണപര്യന്തം നമുക്ക് ചില മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമാണ്. അവിടെയാണ് ഞാൻ കൗതുകപൂർവം ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ അച്ഛനായിട്ട് ഇപ്പം ഏപ്രിൽ ആകുമ്പോൾ 10 വർഷമാകുമ്പോൾ ഞാൻ ഇതുവരെ ഒരു പഠനം നടത്തിയതിൽ ഭാര്യമാർ മരിച്ചു പോയിട്ട് ഭർത്താക്കന്മാരധികകാലം ജീവിച്ചിരിക്കാറില്ല. പക്ഷെ ഈ ആണുങ്ങൾ മരിച്ചു പോയാലും പെണ്ണുങ്ങളിരിക്കും, നല്ല ബലവാ. കാരണം എന്നാ? ഈ ഡിപ്പെൻഡൻസി റേറ്റ് കൂടുതൽ ആർക്കാ? പുരുഷന്മാർക്കാ. ആരെങ്കിലും നമ്മൾ വലിയ ഗർവമൊക്കെ പറയും, പക്ഷെ അവിടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരാശ്രയത്തിനും എന്തുണ്ട്? പരിധിയുണ്ട്. ജീവിതത്തിലെ മറ്റുള്ള മനുഷ്യരിലുള്ള ആശ്രയത്തിനും പരിധിയുണ്ട്. ആദ്യത്തെ 2 ആശ്രയങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയത്, ഒന്ന് സ്വയാശ്രയം, 2 എന്നാൽ മൂന്നാമതൊരു ആശ്രയം ഞാൻ പരിചയപ്പെടുത്താം. അത് പരമാശ്രയമാണ്, ജീവനുള്ള ദൈവത്തിലുള്ള ആശ്രയം. അതുകൊണ്ടാണ് ദാവീദ് എന്ന മഹാരാജാവ് പറയുന്നു, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോന്ന് സ്തുതിപാഠകന്മാരുടെ നടുവിൽ നിന്നിട്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു വന്നവൻ ഇതാ ഇവിടെ ദൈവസന്നിധി പറയുന്നു, അപ്പാ എൻ്റെ ആശ്രയം നിങ്ങൾ ഈ പള്ളിയുടെ ആനവാതിൽ കടന്നു വരുമ്പം അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു വിദേശത്ത് നിന്ന് ഒരു പിതാവ് എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ ഈ ദൈവകരുണയിൽ മാത്രം ആശ്രയിച്ച, അല്ലാതെ 334 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു കൺവെൻഷൻ നടത്തി അദ്ദേഹത്തെ ഓർക്കുമെന്ന് ഓർത്തിട്ടാണോ? അല്ല, നമ്മളിൽ ആരിലും ആശ്രയിച്ചിട്ടില്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ടാ. അതുകൊണ്ട് ഈ ആനവാതിൽ കടന്നു വരുമ്പം നിങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ ഉച്ചരിക്കേണ്ടുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്, അപ്പാ എൻ്റെ കഴിവല്ല, സാമർഥ്യമല്ല, മിടുക്കല്ല, മറിച്ച് എൻ്റെ ആശ്രയം നിന്റെ കരുണയിലാകുന്നു. രണ്ടാമത്തേത്, ദാവീദ് 2-3 പദങ്ങളിലൂടെ ഉച്ചരിക്കുന്നത് ഞാനൊരു പ്രാർത്ഥന വിഷയമാക്കുക. ലംഘനങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം എനിക്ക് തരണം. ലംഘനങ്ങളെക്കുറിച്ചുള്ള അവബോധം. 2-ാം വാക്യത്തിൽ 3 പദങ്ങൾ ദാവീദ് ഉപയോഗിക്കുന്നുണ്ട്: ലംഘനം, അകൃത്യം, പാപം. എന്തെല്ലാമാണ്? ലംഘനം, അകൃത്യം, പാപം. അതിൽ അടിവരയിടുന്ന ഒരു പദമാണ് ലംഘനം, ട്രാൻസ്ഗ്രഷൻ. ആ വാക്കിന്റെ നിർവചനം ഇതാണ്: ബോധപൂർവമായ അതിരുകടക്കൽ. ഇതിനിപ്പുറത്തോട്ട് വരരുതെന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഉള്ള എടുത്തുചാട്ടത്തിന്റെ പേരാണ് ലംഘനം. അവിടെയാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ലംഘനങ്ങളെ നീ മായ്ച്ചു കളയണം. എന്താണ് ദാവീദിന്റെ പാപം? നിങ്ങൾ എന്നെ ഇവിടുത്തെ വികാരിയച്ഛനോട് എനിക്കങ്ങ് അസൂയ തോന്നും. ഇവിടുത്തെ പൊതുയോഗം ഇതുപോലെ ആയിരിക്കും അല്ലേ? ദാവീദിന്റെ പാപം എന്നാ? 1-2 അമ്മമാരുള്ളത് കൊണ്ട് ഏതായാലും കല്ലടപ്പള്ളിയിൽ കർത്താവ് വന്നാലും നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് ദാവീദിന്റെ പാപം വ്യഭിചാര കുറ്റമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഉള്ളവരുടെ വാർത്ത എന്താന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചോ, ഏതൊക്കെ ഹോട്ടലിൽ മനോരമ പത്രം തുറന്നാൽ പീഡനമല്ലാത്തൊന്നും നമുക്ക് ഇഷ്ടവൈക്കളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. എന്നാൽ അവിടെയാണ് ദാവീദ് ഈ 51-ാം സങ്കീർത്തനം എഴുതിയതിൻ്റെ ചരിത്രം എഴുതുന്നിടത്ത് ഒരു വെറും വ്യഭിചാര കുറ്റം മാത്രമല്ല,
അതുകൊണ്ടാണ് ഇതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ലംഘനങ്ങളെക്കുറിച്ച് എനിക്കൊരു അവബോധം തരണം, പാപങ്ങൾ മായ്ച്ചു കളയണം, അകൃത്യം നീക്കണം. എന്താണ് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്? ദാവീദിന്റെ ജീവിതത്തിലെ ഗ്രാവിറ്റി, പാപത്തിന്റെ ഗ്രാവിറ്റി അറിയണമെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ നമ്മളൊന്ന് പഠിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം, 2 സാമുവേൽ ചാപ്റ്റർ 11 ഇവിടെ വായിച്ചാരംഭിക്കുന്ന ഇങ്ങനെയാണ്. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധഭൂമിയിലായിരിക്കുമ്പം 2-ാമത്തെ വരി പറയുന്നു, ഹി വാസ് റിലാക്സിങ് ഇൻ ഹിസ് പെൻ ഹൗസ്. ദാവീദ് എന്ത് ചെയ്തു? തൻ്റെ അരമനയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞയാണ്ടിൽ യുദ്ധത്തിന്റെ മുൻപിൽ നിന്ന് നയിച്ച 1-ാമത്തെ പോരാളിയുടെ പേരായിരുന്നു ആര്? ദാവീദ്. ചെറുപ്പത്തിൽ തന്നെ ദാവീദ് നമ്മൾ കാണുന്നുണ്ട്, പടച്ചൊട്ട് പോലും അണിയാതെ ദൈവത്തിന്റെ സേനയെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ നേരിട്ടവനായിരുന്നു ആര്? ദാവീദ്. എന്നാൽ ഇപ്പോൾ ഇതാ, നമ്മളെപ്പോഴും ഓർക്കണം കേട്ടോ, ജീവിതത്തിൽ ദൈവത്തെ മറക്കുന്ന, വന്ന വഴി മറക്കാനിടയാകുന്ന 3 സംഗതികളുണ്ട്: അധികാരം, ധനം, സുഖം. ഓർത്തോണം, അധികാരം, ധനം, സുഖം. അധികാര പദത്തിലെത്തിയ ദാവീദ് പിറ്റേയാണ്ടിൽ ചെയ്ത ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പോയില്ലെങ്കിലും പട. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാവീദ് തൻ്റെ അരമനയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത്, എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ഒരു നിർവചനം പറയാം: ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുന്നതെല്ലാം, ജീവനോടിരിക്കുമ്പം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതിരുന്നിട്ട്, കല്ലറ കൊണ്ടുവന്ന് എത്ര വില കൂടിയ ടൈലിട്ടിട്ടും ഒരു കാര്യവും, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നിട്ട് 40-ാമത്തെ വയസ്സിൽ അന്ത്രയോസ് ബാവയുടെ കബറിങ്ക വന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് ഒരു കാര്യവും, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ദാവീദിന്റെ ജീവിതത്തിന്റെ ഭ്രംശം ആരംഭിക്കുന്ന അവിടെയാ. അവിടെ താൻ ഏർപ്പെടേണ്ടുന്ന കർമ്മത്തിൽ പോകാതെ അലസബുദ്ധിയോടുകൂടി ദാവീദ് ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം അവനൊരു കുളിക്കുന്ന സ്ത്രീയെ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. ടെംപ്റ്റേഷനാ അല്ലേ? നോമ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആഴ്ചയാകുന്നു. നമുക്ക് തന്നെ ഒരു അഭിമാന ബോധമൊക്കെ തോന്നി കാണും. 1.5 ആഴ്ചയായിട്ട് വീട്ടിൽ അല്ലേ? അടുത്തിടെ ഞാനൊരു പള്ളി കുർബാന എല്ലാം പോയപ്പം അവിടുത്തെ പ്രായം ചെന്നൊരു അമ്മച്ചി എന്നോട് ചോദിച്ചു, അച്ഛാ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇച്ചിരി ഉണക്കമീൻ കൂട്ടുന്നതുകൊണ്ട്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, പൊന്നമ്മച്ചി ഇച്ചിരി പച്ചമീൻ കൂട്ടിയാലും അത്രയ്ക്കും പ്രശ്നമില്ല, വീട്ടുകാരെ അറിയത്തുള്ളൂ. ഉണക്കമീൻ വറുത്ത നാട്ടുകാർ മുഴുവൻ. നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു നിലപാടെടുക്കാൻ കഴിയാത്തവരാണ് ഈ വലിയ മനുഷ്യരെയൊക്കെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക. അവിടെയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്, വളരെ സൗന്ദര്യമുള്ളൊരു കാര്യത്തോടാണ്. ഈ ലോകത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്ന എങ്ങനെ, എല്ലാം വളരെ സൗന്ദര്യജനകമായിട്ട് വെക്കുന്നിടത്താണ് നമ്മുടെ ചെറുപ്പക്കാരെ പോലും ആകർഷിക്കുക. അവരുടെ ആങ്സൈറ്റിയാണ് ഇത് പ്രൊവോക്ക് ചെയ്യുക. അവിടെയാണ് അധികാരമുള്ളവനായതുകൊണ്ട് പിന്നീടുള്ള വേദഭാഗങ്ങളിൽ 5 ക്രിയാപദങ്ങളാണ് ഉച്ചരിക്കുന്നത്. ഹി സെൻഡ്. ദാവീദ് എന്ന മഹാരാജാവ് കൈകൊട്ടി ആരെവിടെ എന്ന് ചോദിച്ചിട്ട് അധികാരം കൊണ്ട് ദൂതന്മാരെ പറഞ്ഞേക്കുക. ആ സ്ത്രീ ആരെന്ന് അന്വേഷിച്ചു, അറിഞ്ഞു തൻ്റെ വെറും ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ, വെറും ഒരു പെണ്ണ്. ഇപ്പം ഇങ്ങനെ ഒരു അച്ഛന് പറയാവോ അച്ഛാ അല്ലേ? വെറും ഒരു പെണ്ണെന്നൊക്കെ പറയാവോ? കാരണം ഇപ്പം ആയുധോ അവകാശമൊക്കെ അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ KSRTC യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നേ. കാരണം എന്നാ, പൊതുവേ ഞങ്ങൾ സന്യാസി അച്ഛന്മാർക്ക് ഗ്രഹപ്പഴയാ. അതിൻ്റെ കൂടെ ഷിംജിതമാരുള്ളതെടുത്ത് എങ്ങനെ നിൽക്കാൻ പറ്റും അല്ലേ? ഇപ്പം പെണ്ണിൻ്റെ കാലമാണ്. എന്നിട്ട് പാവം പിടിച്ച ആണുങ്ങളെ കുറിച്ച് പറയും അവരെല്ലാം മോശം, പെണ്ണ് മുഴുവൻ അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചാ, നല്ലതാണൊക്കെ തന്നെയാണ്. പെൺപിള്ളേർക്ക് 6-7 പ്രണയമൊക്കെയാണ്. ഇവിടെയാണ് ആമ്പിള്ളേർ ഒരെണ്ണം കഴിയുമ്പോഴേ ഡിപ്രഷൻ അടിച്ച് പണ്ടാരം തുടങ്ങും. അപ്പം എൻ്റെ നോട്ടത്തിൽ പൊതുവെ ആമ്പിള്ളേരെ ഇപ്പം നല്ലത്, പെൺപിള്ളേർ പിണങ്ങുമൊന്നും വേണ്ട. എന്നാൽ ഇവിടെ ദാവീദ് വിചാരിച്ചു, എൻ്റെ ശരീരത്തിന് തോന്നിയ ഒരു ആസക്തി, നാളെ തൊട്ട് കൺവെൻഷന് വരാതിരിക്കരുത് പെൺപിള്ളേർ കേട്ടോ, നാളെ വരുന്ന അച്ഛൻ നല്ലൊരു അച്ഛനാ. തൻ്റെ ശരീരത്തിന് തോന്നിയ ഒരു കാമന ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത വെറും ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് തന്നെ ചോദ്യം ചെയ്യുക. കാരണം എൻ്റെ അധികാരത്തിന് കീഴിലുള്ള വെറും ഒരു പട്ടാളക്കാരൻ. ജനറലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ദാവീദ് അവളെ വിളിച്ചു വരുത്തി, അവളോടുകൂടെ ശയിച്ചു, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ദാവീദ് വിചാരിച്ചു ഇതാരും കണ്ടിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. കഥവ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഫോണും മാത്രമേ, ഇതാരും അറിഞ്ഞിട്ടില്ല. അല്ലല്ലോ, ഉള്ളിൽ ചിന്തിച്ചതാ, അവൻ നശിച്ചു പോകണമെന്ന് ഉള്ളിൽ മനസ്സറിഞ്ഞ് പ്രാഗിയിട്ടുള്ളതാ. പക്ഷെ അവനെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് കൈവസ്വരം കൊടുക്കും, അവനിത്
അവിടെ ഓർക്കണം, ഇത് കാണാത്തൊരു ദൈവമല്ല കേട്ടോ. ചോദ്യം ചെയ്യാൻ അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ദാവീദ് വിചാരിച്ചു ഇത് ആരും അറിഞ്ഞിട്ടില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സ്ത്രീ 2 വാക്ക് ഇങ്ങനെ കൽപ്പന അയച്ചു, ഐ ആം പ്രഗ്നന്റ്, ഞാൻ ഗർഭിണിയാണെന്നൊരു വാക്ക് ഉച്ചരിക്കുന്നിടത്ത് ദാവീദ് നടുങ്ങിപ്പോയി. കാരണം യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഭർത്താവാണ് ഊരിയാവ്. ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന ആരുടെ അന്വേഷണം തന്നിലേക്ക് വിരൽ ചൂണ്ടും. ദാവീദ് പിന്നെ ചെയ്തത് അത്രയും കുതന്ത്രങ്ങളാ. നമ്മളും അങ്ങനെയല്ലേ, ഒരു തെറ്റ് മറക്കാൻ വേറെ 1000 തെറ്റ് അതിനോട്. അവിടെയാണ് സത്യസന്ധരായി ജീവിക്കാൻ, ജീവിതത്തിൽ നമുക്കൊരു തുറന്നു പറയാനുള്ള. ഇപ്പം ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ അല്ലാതെ ചൂട് പിടിക്കുന്ന ഒരു കാലമാണ്. എന്തിനു വേണ്ടിയിട്ടാ? കുമ്പസാര കാലമാണ്. അത് സത്യകുമ്പസാരമായിരുന്നെങ്കിലും പോട്ടേന്ന് വെക്കാം. കൂടുതലും നടക്കുന്ന പള്ളികളിൽ എന്താ? വോട്ട് കുമ്പസാരമാണ്. എൻ്റെ കാരാപ്പുഴ പള്ളിയിൽ ദീർഘകാലം വികാരിയായിരുന്നു ഈവാനിസ് തിരുമേനി. വൈദികർക്ക് പ്രത്യേകം പറയാം, ദുർവാസാവിൻ്റെ ദേഷ്യമുള്ള ഒരാളാ തിരുമേനി. അച്ഛനായിരുന്ന കാലത്ത് ഒരാളിങ്ങനെ ഓടി വന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി അങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ഞാൻ. തിരുമേനിക്ക് ദേഷ്യം വന്നു. തിരുമേനി ചാടി എഴുന്നിട്ട് കസേര അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് പറഞ്ഞു, കപ്പിയാരോട് പറഞ്ഞു, എടാ മറവലിക്ക് ഇവനെ ആ ത്രോണോസല്ലോട്ടിരുത്ത്, നമുക്ക് ധൂപം വീശാന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കുമ്പസാരത്തിനൊരു മാനദണ്ഡം ഇതാണ്, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതെന്തും എൻ്റെ ഹൃദയത്തെയും. ഇതാണ് കുമ്പസാരത്തിന് മുൻപുള്ള പ്രാർത്ഥന. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതെന്തും എന്നെയും ദുഃഖിപ്പിക്കണം. ദാവീദിന് പശ്ചാത്താപ ബോധമല്ല ഉണ്ടായത്, മറിച്ച് അവൻ വീണ്ടും കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. എന്ത് ചെയ്തെന്നറിയാവോ? കരുണയുള്ളവൻ ദാവീദ് എന്ന് നമ്മൾ കീർത്തിച്ച് പാടുമെങ്കിൽ ദാവീദ് അടുത്ത് ചെയ്തത് ഒരു തന്ത്രം മെനയില. ഇവളുടെ ഭർത്താവായി ഊരിയാവിനെ യുദ്ധഭൂമിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഊരിയാവിനെ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. വിശ്വസ്തനായ ഒരു ഭൃത്യൻ്റെ പേരാണ്, ഒരു പട്ടാളക്കാരൻ്റെ പേരാണ് ഊരിയാവ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പരിചയപ്പെടുക ജെന്റിൽമാൻ. ഊരിയാവ് ഇങ്ങോട്ട് വന്നു. ഊരിയാവിനോട് ചോദിച്ചു, വിശേഷമൊക്കെ എന്തുണ്ട്? ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യും, 2 ദിവസം ലീവ് അനുവദിച്ചിരിക്കുന്നു, വീട്ടിൽ പൊക്കോ. ഊരിയാവ് പറഞ്ഞു, എൻ്റെ യജമാനായ യോവാബും സൈന്യം മുഴുവൻ പടക്കളത്ത് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോയി തിന്നു കുടിച്ച് പോയില്ല. അടുത്തത് അവനെ ഒന്ന് ലഹരി പിടിപ്പിച്ചു നോക്കി, അവൻ പോയില്ല. ദാവീദിന് മനസ്സിലായി, വെറുതെ ഈ കാര്യം അവൻ്റെ തലയിൽ വെച്ച് കെട്ടാനോ ഈ പാപം തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാനോ സാധിക്കത്തില്ല. ദാവീദ് പിന്നീട് ചെയ്തതാണ് കൊടും കൃത്യം. ദാവീദ് എന്ത് ചെയ്തെന്നറിയാവോ? ഊരിയാവിനെ കൊല്ലാനുള്ള കൽപ്പന ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ ദാവീദ് കൊടുത്തു. മറ്റൊരു ദൂതന്റെ പക്കൽ പോലുമല്ല. ഊരിയാവിനെ കൊല്ലാനുള്ള കൽപ്പന ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ ദാവീദ് കൊടുത്തു. ആർക്കാന്നറിയാവോ? യോവാബ് എന്ന് പറയുന്ന സൈന്യാധിപൻ. വേദപുസ്തകത്തിൽ പരിചയപ്പെടേണ്ട ഒരാളാണ് യോവാബ്. കുതന്ത്രശാലിയായ, ഈ അധികാരമുള്ളവൻ്റെ അടുക്കൽ നിന്ന് മണിയടിക്കാൻ അറിയാൻ പറയുന്ന നല്ലൊരു ശിങ്കിടിയുടെ പേരാണ് യോവാബ്. എല്ലാ പള്ളിയിലും കാണും ഒരു 5 യോവാബുമാർ. എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് അവനെ മനസ്സിലാക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഒരു പള്ളിയിൽ ഒരു അച്ഛൻ ചാർജ് എടുത്ത് 1 മാസത്തിനകം ഈ പുള്ളി മുന്നോട്ട് വരും. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛൻ വന്നതിന് ശേഷം ഇടവക മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട്, അവനെ നോക്കി വെച്ചോണം, അവനായിരിക്കും ആ പള്ളിയിൽ ഏറ്റവും വലിയ വിഷം. മദ്ബഹായിലും കാണും. വന്നിട്ട് പറയും, അച്ഛൻ്റെ കുർബാനയാണ് അച്ഛാ. അവനാണ് ആ കൂട്ടത്തിലെ യൂദ. സമാജത്തിൽ ഒരു 3 എണ്ണമെങ്കിലും കാണും. കൊയറിനകത്ത് ഒരു 5 എണ്ണം കാണും. സൺഡേ സ്കൂളിലും കാണും ഒരു 7-8 എണ്ണം. അധികാരമുള്ളവൻ്റെ പക്കൽ നിന്ന് നാളെ എനിക്കൊരു കാര്യം സാധിപ്പിടിച്ചെടുത്ത് തരേണ്ടതിന് അവൻ്റെ ബലഹീനത എന്തെന്ന് ആദ്യമേ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ. കുതന്ത്രശാലിയായ ശിങ്കിടി സ്വഭാവമുള്ള മനുഷ്യൻ. എൻ്റെ ഉള്ളിലൊരു യോവാബ് ഉണ്ടായിരുന്നു. പ്രസംഗം പറയുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഒതുക്കാൻ ശ്രമിച്ച ഒരു അച്ഛനാണ് ഞാൻ. ഇവരെ ഒന്നും പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒരു കാര്യസാധ്യത്തിനും അല്ലെ വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും എതിര് നിൽക്കുന്നയാളെ ശക്തിയുക്തം എതിർക്കേണ്ടതിന് നമ്മൾ അവരെ വിളിക്കുന്ന എന്താ? അവൻ്റെ ബലഹീനതയാണ് എടുത്ത്. ഈ കത്ത് കിട്ടിയപ്പോഴേ യോവാബിന് മനസ്സിലായി, രാജാവിന് എവിടെയോ ഒരു കാരണം, ഒരു നിർദോഷരക്തിയായ വിശ്വസ്തനായ ഒരു ഭൃത്തിനെ കൊന്നുകളയണമെന്ന് പറയണമെങ്കിൽ എന്തോ ഒരു പിശക് രാജാവിന് അവൻ്റെ ഉള്ളറിഞ്ഞിട്ട് കൃത്യമായിട്ട് മല്ലന്മാർ നിൽക്കുന്നിടത്ത് നിന്ന് പടകടുത്തപ്പം ഈ പാവം പിടിച്ച മനുഷ്യനെ, ഈ വിശ്വസ്തനായവനെ, ഈ നീതിമാനായ മനുഷ്യനെ എന്ത് ചെയ്തെന്നറിയാവോ? കൊന്നുകളഞ്ഞു.
എന്നിട്ട് തിരിച്ചൊരു റിപ്പോർട്ട് അയച്ചു, പടകടുത്തപ്പം നിന്റെ വിശ്വസ്ത ഭൃത്യനായ ഊര്യാവ് മരിച്ചുപോയി. ദാവീദ് കൊട്ടാരത്തിൽ കിടന്ന് ആനന്ദ നൃത്തമാടി. കാരണം തൻ്റെ പാപം എന്നേക്കുമായിട്ട് മറയപ്പെട്ടു, ആരും കണ്ടിട്ടില്ല. ഈ ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശ്വാസിയായതിൽ നിങ്ങൾ അഭിമാനിക്കണം. കാരണം ഒരു വിശ്വാസിക്ക് നിതാന്ത സാന്നിധ്യമായ ഒരു ദൈവമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഇപ്പോഴോട് അത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. രാവിലെ കണ്ണ് തുറക്കുമ്പോഴേ കൗമാ പ്രാർത്ഥനകൾക്ക് ശേഷം ചൊല്ലാൻ പിതാക്കന്മാർ തന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പം അതൊന്നും ചൊല്ലത്തില്ല, രാവിലെ നടപ്പാ. കാരണം ബ്ലോക്ക് ആച്ചാ. നമ്മൾ ഈ ശാസ്താംകോട്ട വരെ നടക്കും. എന്തിനാ? ബ്ലോക്ക് മാറാൻ. പ്രാർത്ഥിക്കാനൊന്നും. ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം. കണ്ണ് തുറക്കുമ്പം ആ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പം പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഉറക്കമില്ലാത്ത, അറിയായതാലും ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവ്. എൻ്റെ അർത്ഥം, ഗോഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻസോമിനിയാക്. നിദ്രാവിഹീനനായ ഒരു ദൈവം എന്നെ കാണുന്നുവെന്ന ബോധ്യമാണ്. അങ്ങനെ ഒരു ബോധ്യമുള്ളവൻ ജീവിതത്തിൽ വീഴ്ചകളിൽ ചെന്ന് ഭവിക്കുമോ? ഇല്ല. നോ പറയാൻ, വളരെ ഗ്രേസ്ഫുള്ളി വേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം ഒരു നിതാന്ത സാന്നിധ്യമായി കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ദാവീദ് മറന്നുപോയ ദൈവ സാന്നിധ്യത്തിൽ ദൈവം വെറുതെ വിട്ടില്ല. അടുത്ത സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്? വളരെ അനുഗ്രഹീതനായ ഒരു പ്രവാചകൻ ദാവീദിന്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ്റെ പേര് നാഥാൻ എന്ന. വളരെ അനുഗ്രഹീതൻ. ഹി ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അധികം കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ കാണുന്നില്ല. കുഞ്ഞുങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നാഥാനപ്പച്ചൻ പറഞ്ഞ കഥ അറിയാവോ? അടുത്ത സൺഡേ സ്കൂൾ ടീച്ചർമാരെ കൈപൊക്കിക്കണോ? നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ, നീ പോയി 1ാമത് മാർക്ക് മേടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടേ. അതുകൊണ്ട് കുറച്ച് പിള്ളേരെ ഞാൻ കാണുന്നുണ്ട്, അച്ഛൻ്റെ പ്രസംഗം ഒന്നും മുഴുവൻ നിങ്ങൾ കേൾക്കണ്ട, പക്ഷെ ഈ കഥ കേൾക്കണം. നാഥാനപ്പച്ചൻ ദാവീദിന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ദാവീദേ, ഞാൻ നിന്നോടൊരു സംഭവ കഥ പറയാം. ഒരിടത്തൊരു ധനികനായ മനുഷ്യൻ, അവന് 100 ആടുണ്ട്. അനവധി ആടെന്ന് പറയും, ഞാൻ പറയും 100 ആട്. അപ്പുറത്ത് ഒരു ഗതിക്ക് പരഗതിയില്ലാത്തൊരു ദരിദ്രനായ മനുഷ്യനും, അവന് ഒറ്റ പെണ്ണാട്ടിൻകുട്ടി. അവൻ എങ്ങനെയാണ് അതിനെ വളർത്തിയത്? തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് തൻ്റെ പാത്രത്തിൽ ഭക്ഷണം കൊടുത്ത് രോമനെ പേരൊക്കെ ഇട്ട് ഇങ്ങനെ ലാളിച്ച് വളർത്തിയ ആട്ടിൻകുട്ടിയാ. ധനവാന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ദരിദ്രന്റെ ആ ഒരു പെൺകുഞ്ഞാടിനെ എടുത്ത് അറുത്ത് വിരുന്നുകാരന് ഭക്ഷണം കൊടുത്തു. തൻ്റെ 100 ആടിൽ ഒന്നിനെ എടുത്തില്ല. കഥ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദാവീദ് ആത്മരോക്ഷത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ മരണയോഗ്യൻ. ദൈവം പ്രവാചകൻ മുഖാന്തരം ദാവീദിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തൻ്റെ അകൃത്യം എന്താണ്. ദാവീദ് തന്നെ പറഞ്ഞു, ആ മനുഷ്യൻ മരണയോഗ്യൻ. അവിടെ പറഞ്ഞു, നാഥാൻ സീസ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് സേ, thou art the man who did this crime. ദാവീദെ നിഗളിക്കണ്ടടാ, ആ മനുഷ്യൻ നീ തന്നെയാ. ഒരു ഭയം കൂടാതെ പ്രവാചകൻ പറഞ്ഞു, ദാവീദെ, മരണയോഗ്യമായ പാപം ചെയ്തത് നീ തന്നെയാ. ദാവീദ് ഇത്രയും നാൾ വിചാരിച്ചത് വെറും ഒരു പെണ്ണിനോട്, അല്ലേ, വെറും ഒരു പട്ടാളക്കാരനോട് ചെയ്തത് ചോദിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ല. എന്നാൽ അന്ന് ദാവീദ് തിരിച്ചറിയുന്നു, ഈ എളിയവന് വേണ്ടി ശബ്ദിക്കുന്ന, ഈ എളിയവന് വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് 51 സങ്കീർത്തനം മുന്നോട്ട് എഴുതുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തോ. ഇത്രയും നാൾ ദാവീദ് വിചാരിച്ചത് വെറും ഒരു പെണ്ണിനോട്. എന്തുകൊണ്ട് ദാവീദിന് സാധിച്ചു, നമുക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ദാവീദിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു തോന്നലുണ്ട്, ഒരു നീതിബോധം. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭക്ഷണപാനീയങ്ങളല്ല ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള. അതിൽ അമ്മാമ്മ എല്ലാ ദിവസവും ഫ്രണ്ടിൽ വന്നിരിക്കണം. ഇല്ലേ, പ്രസംഗിക്കുന്ന അച്ഛന്മാർക്ക് ബുദ്ധിമുട്ട്. കാരണം ആദ്യമായിട്ട് ഈ വാക്യം കേൾക്കുന്ന പോലെ പലരും ഇരിക്കുന്നത്. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. 1ാമത്തെ വാക്ക് നീതി. നമ്മൾ വിശുദ്ധരുടെ കുക്കിലിയും ചെല്ലുമ്പോഴും പറയും, നീതിമാൻ പന പോലെ തളിർത്തരും, അല്ലേ? വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നീതിമാനാരെന്ന് ചോദിച്ചാൽ എൻ്റെ മാമോദീസ പേരുകാരൻ ജോസഫ. ഹി വാസ് എ റൈച്ചസ് മാൻ, അല്ലേ? ജോസഫിനെ കുറിച്ച് ഒരു ലെജൻഡ് ഉണ്ട്.
എൻ്റെ ആധികാരികതയൊക്കെ ലിച്ചന്മാരെന്നോട് ക്ഷമിക്കണം, എങ്കിലും എനിക്ക് വളരെ മനോഹരമായി തോന്നി. ജോസഫ് കന്യാമറിയാമിനെ കൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ വേദലഹേയ മേഖലയിൽ ചെന്ന് കുഞ്ഞ് ജനിച്ചു. പിറ്റേ ദിവസം ഓടിപ്പോരുകയല്ല, അവിടെ താമസിച്ചു. ഉപജീവന മാർഗത്തിന് ജോസഫ് സ്വാഭാവികമായൊരു കാർപ്പൻ്ററാണ്. തച്ചപ്പണിക്ക് വേണ്ടി പോയി. ഒരു വീട്ടിലിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പടയാളികൾ പറയുന്നു, ഇന്ന് രാത്രിയിൽ ഒരു രാജാവിൻ്റെ കൽപ്പനയുണ്ട്, ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയണം. ജോസഫ് ഞെട്ടി ഉളിയും കൊട്ടിപ്പിടിയൊക്കെ ബാഗിലിട്ടിട്ട് ജോസഫ് പെട്ടെന്ന് ഗുഹയിൽ വന്നിട്ട് കന്യാമറിയാമിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് തിരികെ പോകണം. ഇങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. യാത്രയുടെ ക്ലേശം കാരണം ജോസഫ് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ അർദ്ധരാത്രിക്ക് ജോസഫ് ആരാ? സ്വപ്നത്തിൻ്റെ കാവൽക്കാരനാ. ജോസഫ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു, നടുക്കുന്ന ഒരു സ്വപ്നം. സ്വപ്നം ഇതാണ്: ഒരു കൂട്ടം പടയാളികൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നറുത്തറുത്ത് വരുന്നു. ഈ സൈന്യത്തിന്, ഈ പട്ടാളക്കൂട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ദാവീദ് തന്നെ, ജോസഫ് തന്നെയാണ്. ജോസഫ് ഞെട്ടിപ്പോയി, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? അവിടെയാണ് ജോസഫ് ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കും ഇങ്ങനെയൊരു ദുസ്വപ്നത്തിൻ്റെ അർത്ഥം? ജോസഫിന് കാര്യം മനസ്സിലായി. ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന കൽപ്പന പുറപ്പെട്ടുവെന്ന വാർത്ത കേട്ടപ്പം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ മാത്രം രക്ഷയോർത്തിട്ട് ആരോടും പറയാതെ അവിടുന്ന് ഇതൊരു 10 മാതാപിതാക്കന്മാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ 10 കുഞ്ഞുങ്ങളും കൂടെ രക്ഷപ്പെട്ടനെ. എന്നാൽ അവിടെ ജോസഫിനെ കുറിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ മരണപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളുടെയും രക്തത്തിന് കാരണക്കാരൻ താനും കൂടിയാണ് എന്ന ബോധ്യം കാരണം പിന്നീട് ഒരിക്കലും ജോസഫ് ഉറങ്ങിയിട്ടില്ലെന്ന. ഇതിൻ്റെ പേരാണ് നീതി. എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി, വേദന എന്നെയും ബാധിക്കുന്നതാണ് എന്ന തോന്നലുണ്ടാകണം. നമുക്കൊരു അനുതാപം ഉണ്ടാകണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ ഗംഭീരമായിട്ടൊക്കെ പെരുന്നാൾ ആഘോഷിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഞാൻ പറയുക, നമ്മുടെ പള്ളിയിൽ ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത, അല്ലെങ്കിൽ അടുത്ത ജൂണിലെ മഴയെ പേടിച്ചിരിക്കുന്ന, വീടിന് കൂരയില്ലാത്ത ഒരു ഭവനക്കാരുണ്ടെന്നറിഞ്ഞിട്ട് അവരെ കാണാതിരുന്നിട്ട്, ഇപ്പുറത്ത് ബോധപൂർവം അവരെ മറഞ്ഞിട്ട് നമ്മൾ ഗംഭീരമായിട്ട് പെരുന്നാൾ ആഘോഷിച്ച് കഴിയുമ്പം നമ്മൾ തന്നെ പറയും, ഓ എന്നോ പെരുന്നാളായിരുന്നു അല്ലേ. അടുത്തിടയിൽ ഒരു പള്ളിയിൽ പെരുന്നാൾ നടത്തി ഞാൻ കേട്ടത് 18 ലക്ഷം രൂപ ഒരു വ്യക്തി മുടക്കിയെന്നാണ്. അവിടെയാണ് മർത്തോമാ സഭയിലെ തീത്തോസ് തിരുമേനി മനോഹരമായ ഒരു പ്രസംഗം അടുത്തിടെ നടത്തി മാരാമണ്ണിൽ. ന്യായവിധിയിൽ ഒരു കാര്യമാണ് ദൈവം ചോദിക്കുക, നീ കണ്ടോ? നീ കണ്ടില്ലയോ? നഗ്നനെ നീ കണ്ടോ? ഭക്ഷണമില്ലാതെ നിന്റെ മുമ്പിൽ കൈനീട്ടിയവനെ നീ കണ്ടോ? ദാഹിച്ചവനെ നീ കണ്ടോ? തടവിലാക്കപ്പെട്ടവനെ നീ കണ്ടോ? നമ്മൾ എന്നാ ഉത്തരം പറയും? ഞങ്ങൾ ഒരുപാട് ചാരിറ്റി കൊടുത്തവരാ എന്ന് പറയും. ആണോ? അവിടെയാണ് ഞാൻ ഇവിടെ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാവീദ് വിചാരിച്ചു, ഇതൊന്നും ഒരു മനുഷ്യഗണത്തിൽ പോലും ഉള്ളവര്, നമ്മളും എത്രയോ പേരെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഈ മനുഷ്യർ ബന്ധങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരെ ഗണിക്കുന്നത് എങ്ങനെയാ? സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മാന്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലേ. അതുകൊണ്ടല്ലേ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നാൽ നമ്മൾ അവന് ഏത് പാത്രത്തിലേ കൊടുക്കത്തുള്ളൂ? പട്ടിക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു പാത്രത്തിലേ നമ്മൾ അവന് ഭക്ഷണം കൊടുക്കത്തുള്ളൂ. അവിടെ ഓർക്കണം, ഏതെങ്കിലും ഒരു എളിയവനെ ഞാൻ വെറും ഒരു മനുഷ്യനെന്നോർത്ത് നിന്ദിച്ച് കളഞ്ഞിട്ടുണ്ട്, ഗണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും സമൂഹത്തിലോട്ടൊന്നും പറയണം, നിങ്ങളുടെ വീട്ടിലൊന്ന് നോക്കിയാൽ മതി. ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അതുകൊണ്ടാ നമ്മളെല്ലാം നോമ്പെടുക്കും അല്ലേ. എനിക്ക് അടുത്തിടയിലൊരു എന്നെ ലജ്ജിപ്പിച്ച എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം ഇതാ. ഉപവാസമുണ്ട്. സന്യസ്തരായതുകൊണ്ട് നിർബന്ധമായിട്ടും ഉപവസിക്കണം. ഉപവസിക്കുമ്പോഴും എൻ്റെ ഉപവാസം അത്ര പൂർണ്ണമല്ല. കാരണം എന്നാ, ഉച്ചയ്ക്ക് എൻ്റെ അരമനയിലെ അമ്മച്ചി കഞ്ഞിയും പയറും മേശയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന ധാരണയിലാണ് ഞാൻ. 40 മുമ്പിട്ട് എഴുന്നേൽക്കുമ്പം അമ്മച്ചി അവിടെ കഞ്ഞി റെഡിയാ. കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനി പറയും, എൻ്റെ അച്ഛാ ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞിയാണ് ചാ കഞ്ഞി. ഇങ്ങനെ കുടിച്ചാ പകുതി എണ്ണവും കഞ്ഞി പോലെ ആയത്. അവിടെയാണ് ഞാനൊരിക്കൽ ചെന്നപ്പം ഉച്ചയ്ക്ക് പയറാകപ്പാടെ അങ്ങ് മോശമായി, ഇപ്പോൾ വളിച്ചുപോയി. ഞാൻ എൻ്റെ അമ്മച്ചിയെ, അവിടുത്തെ അമ്മച്ചിയെ അങ്ങ് പറഞ്ഞു വിടണമെന്ന് ഓർത്തു. കാരണം എന്നാ, ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുള്ള, അവിടെയാണ് എനിക്ക് ആത്മനിന്ദ തോന്നിപ്പോയി. ഉച്ചയ്ക്ക് സമൃദ്ധമായൊരു ഭക്ഷണമുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള എൻ്റെ ഉപവാസം ദൈവം ഗണിക്കുമോ? മറിച്ച് നിങ്ങളൊക്കെ ഉപവസിക്കുന്നവർ കാണും, നിങ്ങൾ ഒരു നേരം കഴിക്കാതിരുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ കണക്കെടുത്തൊന്നുമില്ല. നിങ്ങൾ കഴിക്കാതിരുന്ന ആ ഭക്ഷണം
മറ്റൊരു ദരിദ്രന്റെ വയറ് നിറയ്ക്കുന്നിടത്താണ് ഉപവാസം, ഇല്ലേ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പിടിയരി എന്ന് പറഞ്ഞൊരു അടി പിടിക്കുമായിരുന്നു, ഇല്ലേ? നമ്മളിപ്പോൾ ഉപവാസം എടുക്കുന്നത് എന്തിനാ? ഈ നോമ്പ് കഴിയുമ്പോൾ ഒരു 10 കിലോ അങ്ങ്, കാരണം എന്നാ, ഫാറ്റി ലിവർ അങ്ങേ അറ്റമാണേ. ഇപ്പോൾ പലരും നോമ്പ് എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഡയറ്റിൻ്റെ അല്ല കേട്ടോ. നീ കഴിക്കാതിരുന്നത് മറ്റൊരുവിൻ്റെ ഉദരം നിറയ്ക്കുക. അതാ പറഞ്ഞത്, നീ കണ്ടോ നിന്റെ സഹോദരന്റെ വേദന, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിന്നെ തൊടുന്നിടത്താണ് നീ നല്ലൊരു ദൈവഭക്തനായി മാറുക. ദാവീദ് പറഞ്ഞു, എൻ്റെ രാജ്യപദം ഞാൻ അധികാരം ദുർവിനിയോഗം ചെയ്ത്, ക്രോസ് എംപ്ലോയ്മെന്റ് എന്ന് പറയും, ദുർവിനിയോഗം ചെയ്ത ഒരു മനുഷ്യൻ ദൈവസന്നിധി നിന്നിട്ട് പറയാം, അപ്പാ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ലംഘനങ്ങളെക്കുറിച്ച് എനിക്കൊരു അവബോധം തരണം, നിന്നോട് തന്നെ ഞാൻ. അതുകൊണ്ടാണ് ഒരു വരി കൂടെ അതിനകത്ത് എഴുതുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരം മുതലേ ഞാൻ പാപി, ആൻ ഓപ്പൺ കൺഫെഷൻ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ദാവീദിനൊരു ടൈറ്റിൽ ദൈവം കൊടുക്കുന്നത്, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇങ്ങനെ ജീവിതം കഴുകി വെടുപ്പാക്കിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, ഇത് ചൊല്ലിയിട്ട് ആരംഭിക്കണം. ആ ഭാഗവും ഞാൻ അവസാനിപ്പിക്കാൻ. രണ്ടാമത്തെ പ്രാർത്ഥന, ലംഘനങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം തരണം. മൂന്നാമത്തേത് 6-ാം വാക്യമാണ്, അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണം. നിങ്ങൾക്ക് മടുത്തോ? മൊത്തത്തിൽ അങ്ങ് ക്ഷീണിതരായിട്ടിരിക്കുന്നു. ചിലരൊക്കെ വായിക്കോട്ടെ വിട്ടൊക്കെ കാണിക്കുന്നു. അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണം. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? സാമാന്യഗതിയിൽ ചിന്തിച്ചാൽ ബുദ്ധിമാനായ, അതുകൊണ്ടാണ് ഹി വെൽഡ് നേഷൻ എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് ഇങ്ങനെ വളരെ ബുദ്ധിപൂർവം ഏകോപിപ്പിച്ച സമർത്ഥനായൊരു രാജാവാണ്. അക്കാഡമിക് എക്സലൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരനാരാണ് ആര്? ദാവീദ്. പിന്നെയും ദാവീദ് ഒരു പ്രാർത്ഥന വിഷയമാക്കി. എന്തിനാണ്? അന്തരംഗത്തിൽ ഐ നീഡ് എ ഡിവൈൻ വിസ്ഡം. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? ആണോ? ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വൈദികർക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ, അവരുടെ ഓർമ്മയായിരുന്നു. നിങ്ങളെ മാമോദീസ മുക്കിയ അച്ഛന്മാരെ, നിങ്ങളുടെ കല്യാണം നടത്തിയ അച്ഛന്മാരെ, നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായപ്പോൾ ഓടി വന്ന അച്ഛന്മാരെ, നിങ്ങൾ ആശുപത്രി കിടന്നപ്പോൾ വന്ന അച്ഛന്മാരെ. ചുമ്മാ നുണ പറയരുത്. പലപ്പോഴും നമ്മൾ വൈദികരെ കുറ്റം പറയും, അല്ലേ? ഞായറാഴ്ച ഉച്ചക്കത്തെ ഒരു തോരൻ എന്നാന്ന് ചോദിച്ചാൽ വികാരി ഫ്രൈയാ. കാരണം ഇന്ന് അച്ഛൻ പറഞ്ഞ അനൗൺസ്മെന്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തോ നമ്മുടെ തടിക്ക് തട്ടുന്നോ വല്ലതും ഉണ്ടെങ്കിൽ പറയും അയക്ക് വേറെ ഒരു തൊഴിലും. നിങ്ങൾ അത്ര വലിയ പുള്ളികളൊന്നും അറിയണ്ട, നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഞാൻ പറയും, വൈദികരെ നിങ്ങൾക്ക് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥന ദൈവസന്നിധി ഉച്ചരിക്കുന്നവരാണ് ഒരു പുരോഹിതൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കൈക്കുഞ്ഞിനെ പിടിച്ചോണ്ട് നിങ്ങൾ ഈ പള്ളിയിലോട്ട് വരുമ്പം, മാമോദീസയ്ക്ക് വരുമ്പം, ഈ പുരോഹിതൻ ആ കുഞ്ഞിന് വേണ്ടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ലോകവ്യർത്ഥതകളെ തിരിച്ചറിയേണ്ടതിന് ഇവൻ്റെ ആന്തരിക നയനങ്ങളെ, നാളെ ഇവൻ വലുതായി ഗൾഫിൽ പോയിട്ട് പെർഫ്യൂം കൊണ്ട് അച്ഛന് കൊടുക്കുമെന്ന് ഓർത്തിട്ടാണ് അച്ഛൻ ഇത് പ്രാർത്ഥിച്ചേ. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ദൈവത്തോട് ചോദിക്കുന്ന പുരോഹിതന്റെ പ്രാർത്ഥനയാ, അപ്പാ ഈ കുഞ്ഞിന് ഈ ലോകവ്യർത്ഥതകളെ തിരിച്ചറിയേണ്ടതിന് ഒരു ദൈവ പരിജ്ഞാനം. നമ്മൾ ലോകത്തിന്റെ എല്ലാ പരിജ്ഞാനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. എന്നാൽ ഇന്ന് ഈ വിവരദോഷിയായ ഞാൻ 3ാമത്തെ കാര്യം പറയും, നിങ്ങൾ യോജിക്കത്തില്ല. എന്നാലും ഞാൻ പഠിപ്പിക്കുന്ന 3ാമത്തെ പ്രാർത്ഥന ഇതാണ്, ഈ ലോകത്തിനെതിരെ നടക്കാനും കുഞ്ഞുങ്ങളോട്, ലോകത്തിലെല്ലാം അനുരൂപപ്പെട്ടു പോകാനും നമ്മൾ പഠിപ്പിച്ചത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നാടോടുമ്പോൾ നീ നടുവയോടൊന്നും കൊടി പിടിച്ചോടണമെന്ന് നമ്മൾ പറയും. ഞാൻ പറയും, ചിലയിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വിട്ടുകൊടുക്കാൻ പറയണം, ഒന്ന് മാറി നിൽക്കാൻ പറയണം. ചിലയിടത്ത് മോനെ നീ നിന്റെ തലയൊന്ന് കുനിച്ചു കൊടുക്കാൻ പഠിപ്പിക്കണം. വേണ്ടേ? നമ്മൾ ഈ വിശുദ്ധരുടെയും സഹദേന്മാരുടെയും ഒക്കെ ഓർമ്മ ഇങ്ങനെ ഗംഭീരമായ പെരുന്നാളായിട്ട് ആഘോഷിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവരുടെ ആരുടെയും ജീവിതം നമ്മൾ ഈ ജനുവരി മാസം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ സ്തെഫാനോസ് സഹദയുടെ പെരുന്നാൾ ഉണ്ടായിരുന്നു, യോഹന്നാൻ സ്നാപകന്റെ പെരുന്നാൾ, അല്ലേ? ജീവിതം വ്യർത്ഥതയിലാക്കി കളഞ്ഞ യോഹന്നാൻ സ്നാപകനെ നിങ്ങൾ ചിന്തിച്ചേ, നല്ലൊരു വസ്ത്രം പോലും ജീവിതത്തിൽ. കാരണം എന്നാ? അദ്ദേഹം ആദ്യം ഗർഭത്തിലെ പരിചയപ്പെട്ടത് ക്രിസ്തുവിനെയാന്നാ പറയുക. അതുകൊണ്ട് സ്വന്തമായിട്ട് ജീവിതത്തിനൊരു വഴിവെട്ടി, ഒന്നും ആഗ്രഹിക്കാതെ ജീവിതം ഇങ്ങനെ അസ്തമിപ്പിച്ചു കളഞ്ഞൊരു മനുഷ്യന്റെ പേരാ ലോകം അവനെ നോക്കി വിളിച്ചു വിഡ്ഢി, അല്ലേ? നമ്മൾ ആ വിശുദ്ധന്റെ പെരുന്നാളിലും മധ്യസ്ഥയിൽ അഭിപ്പെട്ടിട്ട് പറയും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് UK വിസ, അല്ലേ? ഇപ്പം ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ ഒറ്റ പ്രാർത്ഥന വിഷയമുള്ള എന്നാ,
പിള്ളേരെയല്ലേ ഓസ്ട്രേലിയക്ക് വിസ കിട്ടാൻ, ആൺപിള്ളേരൊക്കെ കല്യാണം നടക്കാൻ അച്ഛനൊന്ന് ആത്മാർത്ഥമായിട്ട്, കാരണം പെൺപിള്ളേരെ കിട്ടാനില്ല. എന്നാൽ അവിടെയാണ് ഞാൻ പറയുന്നത്, അതല്ല പ്രാർത്ഥന. മറിച്ച് പറയണം, അപ്പം നിനക്ക് വേണ്ടി എനിക്കെന്ത് ലഭിക്കുമെന്ന് ഓർക്കാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓർക്കുന്നിടത്താകണം എൻ്റെ ഭക്തി. ഞാൻ പറഞ്ഞത് കിട്ടിയോ? നമ്മളൊക്കെ നേർച്ച കൊടുക്കാറുണ്ട് അല്ലേ? എങ്ങനെയാണ് നേർച്ച കൊടുക്കുന്നത്? കൊല്ലംകാരൊക്കെ നല്ലപോലെ നേർച്ച കൊടുക്കുന്നതാണെന്ന് ആ മമ്മി പറയാറ്. എങ്ങനെയാണ് നേർച്ച കൊടുക്കുന്നത്? നമ്മളാദ്യം നമ്മുടെ ആവശ്യം ദൈവത്തോട് അല്ലേ, പശുവിൻ്റെ കറവ് പറ്റരുത്, റബ്ബറിന് വിലയുണ്ടാകണം, പൂങ്കോഴി മുട്ടയിടണം, ഇതൊക്കെ സാധിപ്പിച്ചാൽ 12 മെഴുകുതിരി കൊണ്ടുവന്ന് സാധിപ്പിച്ചാലേ ഉള്ളൂ. അവിടെയാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ വെറും 12 മെഴുകുതിരിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നതിനാണോ ദൈവം? എന്നിട്ട് ഒരു നാണമില്ലാതെ നമ്മൾ അവസാനം പറയും സർവശക്തിയുള്ള പിതാവായി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, 12 തിരി തന്നാൽ ഇത് സാധിപ്പിച്ചു തരുമെന്ന് ഒരു വശത്ത് പറഞ്ഞു, അപ്പുറത്ത് പറയുന്നു എൻ്റെ ദൈവം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് പറഞ്ഞ് ആമീൻ പറഞ്ഞ് പൂട്ടിയവരാ നമ്മൾ. നമ്മുടെ ഭക്തി നേരാണോ? അവിടെയാണ് എനിക്കെന്ത് ലഭിക്കുമെന്നോർക്കാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ധാരണയിലേക്ക് ഉള്ള പരിജ്ഞാനം ആവശ്യമാണ്. ദാവീദ് ഇത്രയും നാൾ തൻ്റെ ജീവിതത്തിന് സുഖം ലഭിക്കുന്ന, അധികാരത്തോട് ചേർത്ത് വെക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചെടുത്ത ഇവിടെ ദൈവസന്നിധിയിൽ പിടിക്കപ്പെട്ടവൻ പറയുക, ഇന്ന് മുതൽ എനിക്കൊരു ദൈവപരിജ്ഞാനം, നോട്ട് ആൻ അക്കാഡമിക് എക്സലൻസ്. ഇല്ലേ? നിങ്ങൾ പറയും ഇതൊക്കെ പറയാൻ അച്ഛൻ എന്നെ യോഗ്യത? ഒറ്റ സാക്ഷ്യം പറയാം, ഞാനത് പലപ്പോഴും ആവർത്തിച്ചുള്ളത്, വൈദികരെന്നോട് ക്ഷമിക്കണം. 29-ാമത്തെ വയസ്സിൻ്റെ അവസാനം കിഡ്നി കൊടുത്തൊരച്ഛനാണ് ഞാൻ. ചെറുപ്പത്തിലേ കൊടുത്തത്. എനിക്ക് മുൻപ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, നിങ്ങൾക്ക് പരിചയമുള്ള അന്തോണി സിനിമയുടെ ശിഷ്യൻ കുര്യാക്കോസ് അച്ഛൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനും ഇതുപോലെ പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ നിന്ന് ഞാനും മുതിർന്നതാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കിഡ്നിയൊക്കെ കൊടുത്തു കഴിയുമ്പം സഭയിലെ ഒരു അച്ഛനാണ്, ഒരു 5 മെത്രാച്ചന്മാരെങ്കിലും എന്നെ ഒന്ന് വിളിച്ച്, ഒറ്റ ഒരാൾ വിളിച്ചില്ല. 6-7 പള്ളി വികാരിയായിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിച്ചു ആരെങ്കിലും കൊണ്ടുവന്നൊരു പൊന്നാട് എന്നെ ഒരു കച്ചത്തോർത്ത് പോലും എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ യോബിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങളുടെ പേമാരി തരുന്ന ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച്. ഞാൻ വിചാരിച്ചു ദൈവം എനിക്കൊരു അനുഗ്രഹം ബാക്കി. ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന 2-ാമത്തെ ദിവസം എൻ്റെ 30-ാമത്തെ പിറന്നാളാണ്. അന്ന് രാവിലെ ഞാൻ കണ്ണു തുറക്കുന്നത് ശരീരമാസകലം ഒരു വേദനയില്ല. സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഏകദേശം ഊഹിക്കുക, ഈ അടിവയറ്റിലൊരു മുറിവുണ്ടാകുന്നത്, ഈ കിഡ്നി പുറത്തെടുക്കാനുള്ള ഒരു വലിയ മുറിവാണ്. കട്ടിലയിൽ നിന്ന് എഴുന്നേക്കാനോ തന്നെ ഒരു കാര്യം ചെയ്യാനോ നമുക്ക് വലിയ പ്രതിസന്ധി, അതുപോലത്തെ വേദനയാണ്. അപ്പോഴാണ് അതികഠിനമായ തലവേദന, ശരീരമാസകലം വേദന. കൊറോണയുടെ ആദ്യ സമയമാണ് എനിക്ക് മാരകമായിട്ട് കൊറോണ പിടിച്ചു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തിരികെ വരണം. എൻ്റെ വീട്ടിൽ ആകെപ്പാടെ വലിയ സങ്കടമായി, കാരണം മറ്റൊരു പരസഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനങ്ങനെ ആശുപത്രിയിലോട്ട് പോയി, ഇങ്ങനെ നിരാശപ്പെട്ടിരുന്ന് ആശുപത്രിയിലേക്ക് പോയി. അതിനേക്കാൾ ഭയാനകമായൊരു കാര്യം, അന്ന് കൊറോണ അതിഭീകരമായൊരു അന്തരീക്ഷമാണ്. ആ ഹോസ്പിറ്റൽ മുഴുവൻ ഫ്രീസ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്തോ മാരക വ്യാധി പിടിച്ച ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന പോലെ മനുഷ്യരിങ്ങനെ തുറച്ചു നോക്കുക. അതുകൊണ്ട് ഈ രക്തമൊക്കെ പറ്റുന്നത് കൊണ്ട് ഒരു മുണ്ടും ഒരു തോർത്തും മാത്രമാണ് എൻ്റെ വസ്ത്രം. ഞാൻ ആ മുറിയിൽ 7 ദിവസം നരകയാതന അനുഭവിച്ചൊരച്ഛനാണ്. ഭക്ഷണം കഴിക്കാൻ മേലെ ഛർദ്ദിക്കുമ്പം ഈ അടിവയറ്റിലെ വേദന, ജീവൻ പോകുന്ന വേദന അനുഭവിച്ചു ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമാ, എന്നാലും എൻ്റെ പൊന്നു കർത്താവേ, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, കുടുംബം വേണ്ടെന്ന് പറഞ്ഞിട്ട്, നീ മാത്രം എനിക്കെന്ന് പറഞ്ഞിട്ട് നിന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയിട്ട് ഒരു നന്മ തന്നില്ലെന്ന് മാത്രമല്ല, എന്നോട് ഈ കൊടും കൃത്യം കൂടെ നീ എന്നോട് ഞാൻ ചോദിച്ചതാ. നിന്നെ വിശ്വസിച്ച് എന്നാ പ്രയോജനമെന്ന് ചോദിച്ച അച്ഛനാ ഞാൻ. ഇന്ന് ഈ കല്ലടപ്പള്ളിയിൽ 35-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് അച്ഛൻ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, ദൈവം എൻ്റെ അനുഭവത്തിൽ എന്നെ പഠിപ്പിച്ചൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാ. ഇന്ന് എൻ്റെ 35-ാമത്തെ വയസ്സിൽ മലങ്കര സഭയിലെ ഒരു സന്യസ്ത വൈദികനായി നിങ്ങളുടെ മുൻപിൽ ഈ കറുത്ത പുസ്തകം പഠിച്ചുകൊണ്ട് ഞാൻ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് എനിക്ക് പറയാം, മറ്റൊന്നിനും വേണ്ടിയല്ലാതെ, അധികാരത്തിനോ സ്ഥാനത്തിനോ മാനത്തിനോ വേണ്ടി ഒന്നിനുമല്ലാതെ, ഹൃദയം കൊണ്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു. ജീവിതാനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം എനിക്ക് തന്ന നല്ലൊരു പാഠമെന്നാ. മറ്റൊന്നിനും വേണ്ടിയല്ലാതെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക്, നിങ്ങൾ അങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് നോക്കുകയും നിങ്ങൾ അറിയാത്ത വഴികളെ ദൈവം തുറക്കും. അതുകൊണ്ടല്ലേ ഏലിയാ പ്രവാചകനോട് പറഞ്ഞു, നീ കെരീത്തിനരികിലേക്ക് പോവും, വറ്റുന്ന തോടെന്നറിഞ്ഞിട്ടും
അവിടേക്ക് വിടുന്ന ദൈവം പറഞ്ഞു, കെരീത്തിലെ വെള്ളം പറ്റും, പക്ഷെ വിധവയുടെ കലത്തിൽ നിനക്കുള്ള മാവ് ഞാൻ. ഇതിൻ്റെ പേരാണ് വിശ്വാസം. നമുക്കുണ്ടോ? ഇതുണ്ടാകേണ്ടതിന് മൂന്നാമത് ദാവീദിനോട് ചേർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ബുദ്ധിയല്ല, ഞാനതിനെതിരെ നിന്നുകൊണ്ട് നിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഐ നീഡ് എ ഡിവൈൻ വിസ്ഡം. എനിക്കൊരു ദൈവ പരിജ്ഞാനം. ലോകം പറയുന്നതല്ല, അവരെന്നെ ഭോഷൻ എന്ന് വിളിച്ചാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വീട്ടിൽ നല്ലൊരു അപ്പനായി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ധാരണ എന്താ? സമൂഹത്തിൽ ഇറങ്ങി ഒരു പാലിയേറ്റീവ് പോകുന്നത്, അല്ലെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നത്, വിശുദ്ധനായിട്ട് 10 പേര് പറയുന്നത്, നമ്മുടെ അടക്കത്തിന് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ ആളുകൾ. 10 പേര് നിങ്ങളുടെ അടക്കത്തിന് വന്നാൽ നിങ്ങളുടെ വികാരി അച്ഛൻ മാത്രം ആ പള്ളി മതി, നാട്ടിലുള്ള അച്ഛന്മാരെല്ലാം ഒന്നും വരണ്ട. പക്ഷെ ആ വികാരി പറയണം, ദ മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ഇൻ ദിസ് പാരിഷ്, ഈ പള്ളിയിലെ ഏറ്റവും ആവശ്യമായ ഒരാളാണ് പോയത്. കുടുംബത്തിലെ മക്കൾ പറയണം, അയ്യോ ജീവിതത്തിൽ ഒരിക്കലും നികത്താകാനാകാത്ത എൻ്റെ വിടവാണ് എൻ്റെ അപ്പൻ. അത് പറയിപ്പിച്ച നിങ്ങൾ ആരായി? വിശുദ്ധരായി. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വിശുദ്ധി സൂക്ഷിക്കാൻ സാധിച്ചാൽ മതി. ഇനി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ബന്ധങ്ങളിലും ഇത് ഓർക്കണം കേട്ടോ. എനിക്കെന്തെല്ലാം കിട്ടുന്നുവെന്നല്ല പരാതികൾ അതുകൊണ്ടാണ് തീരാത്തത്, മറിച്ച് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഒരു വിശുദ്ധൻ്റെ പെരുന്നാൾ നമുക്കായിരിക്കാൻ സാധിക്കുന്നത്. എൻ്റെ പ്രസംഗം നിർത്തേണ്ടതുകൊണ്ടായിരിക്കാം മഴ പെയ്യുന്നത്. അതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുക. ദാവീദ് പറഞ്ഞു, സ്ഥിരതയുള്ള ഒരു ആത്മാവിന് വേണ്ടി 3 പ്രാർത്ഥനകൾ. എന്തെല്ലാമാ? നിങ്ങൾ എന്നോട് ഇച്ചിരി സഹതാപം കാണിക്കണം. ഇത്രയും ദൂരം 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്കിനി മീൻപാറ രാത്രി ചെല്ലാൻ. അതുകൊണ്ട് ഇച്ചിരി കരുണ കാണിച്ച് ഞാൻ പറഞ്ഞു നോക്കി ഒന്ന് പറഞ്ഞു, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി. എന്തെല്ലാമാ? ഒരു രക്ഷയില്ല. ഒന്ന് പറഞ്ഞു, അപ്പോൾ എൻ്റെ ആശ്രയം നിന്റെ കരുണയിലാകും. 2, ലംഘനങ്ങളെക്കുറിച്ച് എനിക്കൊരു അവബോധം, കാരണം അതൊരു പ്രാർത്ഥനാ വിഷയമാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുമാറ് ഞാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം എന്നെയും ദുഃഖിപ്പിക്കണം. 3 പറഞ്ഞു, അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിടത്ത് ഒരു പള്ളിയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു പള്ളിയാണ്. കേൾക്കാമോ? പുതിയൊരു വികാരി അച്ഛൻ വന്നു. അച്ഛൻ പറഞ്ഞു, ഈ ഇടവക വലിയ പ്രശ്നമുള്ളൊരു പള്ളി ആയതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം, ഈ പേരൊന്ന് മാറ്റിയെടുക്കാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇത്തവണത്തെ കരോള് ഗംഭീരമായിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ തന്നെ നിങ്ങളെ പാട്ട് പഠിപ്പിക്കാം. വികാരിയച്ഛൻ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. നല്ല പാട്ടൊക്കെ അച്ഛൻ പഠിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, ചെറിയ ആക്ഷൻസും കൂടെ നിങ്ങൾ കാണിക്കണം, ചെറുതായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് നിങ്ങൾ പോകണം. അങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ചു, ആക്ഷനൊക്കെ പഠിപ്പിച്ചു. കരോൾ ഇറങ്ങി. ആ ഇടവകയിൽ ഒരു ബാർ മുതലാളിയുണ്ട്. ഒരു ബാർ മുതലാളി, അയാൾക്കൊരു തത്തമ്മയുണ്ട്. തത്തമ്മ, വർത്താനം പറയുന്ന ഒരു തത്തമ്മ. ഈ ബാർ മുതലാളി എന്നും ബാറിൽ പോകുമ്പം തത്തമ്മയും തോളയിലിരുന്ന് പോവും. തത്തമ്മയുടെ പ്രധാന ജോലി ഈ ബാറിലോട്ട് വരുന്ന എല്ലാവർക്കും സലാം പറയുക എന്നുള്ളതാണ്. അങ്ങനെ കരോള് പാടി ഈ ധനികനായ ബാർ മുതലാളിയുടെ വീട്ടിൽ വന്നു. പൈസയുള്ള ആളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നല്ലൊരു പാട്ട് പാടണം. ഇടവക്കാർ നല്ല കൈയടിച്ച് നല്ല പാട്ട് പാടി. പാട്ട് അവസാനിച്ചപ്പം വികാരി അച്ഛൻ ചോദിച്ചു, അച്ചായ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? മുതലാളി മറുപടി പറയുന്നതിന് മുമ്പ് തത്തമ്മ പറഞ്ഞു, സോങ് ഈസ് ഡിഫറെന്റ്, ആക്ഷൻ ഈസ് ഓൾസോ ഡിഫറെന്റ്, ബട്ട് ദ കസ്റ്റമേഴ്സ് ആർ സെയിം. പാട്ട് വ്യത്യസ്തമാണ്, ആക്ഷനും വ്യത്യസ്തമാണ്, പക്ഷെ രാവിലെ ബാറി വന്നവന്മാർ തന്നെയാണ് ഈ വൈകിട്ട് വന്ന്. അതുകൊണ്ട് നാളെ ഇന്ന് ഈ പന്തലിൽ നിന്ന് പോയവരല്ല, മറിച്ച് ഒരു വാക്കെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രസംഗിച്ച എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.